ലോകാവസാനമുണ്ടായാൽ എല്ലാവരും അത് മരിക്കും. രണ്ടാമത് അല്ലെങ്കിൽ ഹയാത്ത ആ ലോകാവസാനിക്കുന്ന ഭയങ്കര ഘട്ടത്തിൽ ഒരു മുല കൊടുത്ത് വളർത്തുന്ന കുഞ്ഞനുള്ള പെണ്ണുങ്ങൾക്ക് ആ കുഞ്ഞനെ സംബന്ധിച്ച് ഓർമ്മതയില്ല. എന്റെ കുഞ്ഞനേടിയാ പടച്ചോനെ ഓക്ക് യാതൊരു ചിന്തയുമില്ല, ഹൈറാനത്തിലാണ്. ഇതാ സുൽസിലത്തിൽ അർളു സിൽസാലഹാ, ഈ ഭൂമി ലോകത്തിന് ഒരഖില ലോക ഭൂതരണം വരും. മുഴുവക്കുന്ന കുഞ്ഞനെടുക്കുക, കുഞ്ഞനെയും വെച്ചോളൂ ഓടുക, കുഞ്ഞനെ ഏടിയാളെ യാതൊരു പിടുത്തുപോക്കില്ല. ഗർഭിണിയായ അവൾ അറിയാതെ പ്രസവിച്ചു പോകും. പള്ള തൊട്ടൊക്കെ പള്ളെങ്കിൽ പറ്റിയിരിക്കും. പെറ്റുവയ്ക്ക് ഏടിയാ പെറ്റ ഓളറിയില്ല, എപ്പാ പെറ്റ ഓളറിയില്ല. ആ നിലക്കുള്ള ഹൈറാനത്തുള്ള സമയം. അന്നുള്ള മനുഷ്യര ആകെ മസ്താന്മാരായി നിങ്ങൾക്ക് കാണാം. ഒമാഹം ബിസുക്കാറ, കുടിച്ചിട്ടുള്ള മസ്തല്ല, ഇവിടെയുള്ള കള്ളു കുടിച്ചിട്ടുണ്ടാകുന്ന മസ്തല്ല. ആ ഹൈറാനത്തിൽ ബുദ്ധിക്ക് ലെവല് തെറ്റിപ്പോകുന്നു. വലാകിന്ന അദാബല്ലാഹി ശദീദ്. പല സ്ഥലത്തും പരിശുദ്ധ ഖുർആനിൽ ഖിയാമത്ത് നാൾ സംബന്ധിച്ച് പറയുന്നു. അതിന് ഒരുപാട് ലക്ഷണങ്ങളുണ്ട്. ഏതാണ്ട് ലക്ഷണങ്ങളും വന്നു. ഖിയാമെന്നാൽ ഒന്നാമത്തെ ലക്ഷണം എന്താണ്? അൻയുർഫൽ ഇൽമു, ദുന്യാവിൽ നിന്ന് ഇൽമു കുറഞ്ഞു പോവാ. അത് ഖിയാമെന്നാൽ ഒന്നാമത്തെ ലക്ഷണ, ഇൽമു കുറഞ്ഞു പോവാ. ചിലർ മുമ്പത്തെ കാലം പോലും നല്ല, ഇപ്പൊ നല്ല ഒരുപാട് പള്ളി, ഒരുപാട് തീങ്കാനി, ഒരുപാട് മദ്രസ, ഒരുപാട് അറബി കോളേജ്, മുമ്പേക്കാളൊക്കെ ഭയങ്കര അഭിവൃദ്ധിയാണ്. അച്ചിന്ത വേണ്ട കേട്ടോ. മുമ്പേത്തെ ആ നിരയിലല്ല ഇന്നത്തെ നീക്കം. ഒരു പ്രദേശത്തിന്റെയും നീക്കം അങ്ങനെയല്ല. ഖിയാമെന്നാൽ അടുത്താൽ പല പ്രശ്നങ്ങളും ഉണ്ടാകും, പല വിഷമങ്ങളും ഉണ്ടാകും, പല പേടിയും പെരലിയും ഒക്കെ ഉണ്ടാകും. ആ ഖിയാമെന്നാലുള്ള മുന്നോടിയായി കുറെ അലാമത്ത് ഇപ്പൊ അവസാനിക്കുവേ, ഇപ്പം വരുവേ എന്നൊരു പേടി ജനങ്ങൾക്കുണ്ടാകാൻ അതിന്റെ മുന്നോടിയായി ചില അലാമത്തുകൾ. ഒന്നാമത്തെ അലാമത്ത് അൻയുർഫൽ ഇൽമു, ഇൽമു ദുന്യാവെന്ന് പോകും. ഇന്നമാ യന്തസിഉൽ ഇൽമ ബിഖബ്ദിൽ ഉലമാ, ഇൽമു ദുന്യാവെന്ന് പോകലെങ്ങനെ? ആലിമീങ്ങൾ കുറഞ്ഞു പോവാ. ആലിമീങ്ങൾ മരിച്ചു പോവാ. ഒരാൾ മരിക്കുമ്പോ സ്ഥാനത്തേക്കുന്ന ഒരാൾ വേണ്ടേ? അതുണ്ടാവൂല. ഞാൻ ആദ്യം മുത്തഫരിദ് ഓതിയത് ജാവാമതാജ് പള്ളിയെടുക്കുന്നതിന് മുമ്പ് ചെറിയ പള്ളിയിൽ കുഞ്ഞേറ്റ് മുലാർ കൊണ്ട മൗത്തായിപ്പോയി. അള്ളാഹു മൗഫില്ലു. ആ കുഞ്ഞേറ്റ് മുസ്ലിയാറെ പരമ്പരയിൽ അയാളെ സ്ഥലം നിൽക്കാൻ ഒരു മുസ്ലിയാറും ഇല്ല. യഥാർത്ഥം അങ്ങനെയല്ലേ? നാദാവരം ഭാഗത്ത്, നാദാവരം ജുമഅത്ത് പള്ളിയിൽ വല്ലാത്തൊരു ഉഖ്റവിയ ആലിമായിരുന്നു ഖിഗനോർ. അല്ലാഹു മഗ്ഫിർലഹു യാ റബ്ബൽ ആലമീൻ. മൗത്തായിപ്പോയി. ഇനി നാദാവരത്തെ പള്ളി അങ്ങനത്തെ ഒരു മുസ്ലിയാറെ കാണൂല. കടമേരി എന്ന നാട്ടിൽ അങ്ങനത്തെ ഒരു മുസ്ലിയാർ ഉണ്ടാകൂല. ഒരവസരം ഒരു ക്രിസ്ത്യാനി പ്രസംഗിച്ചു, മുസ്ലിമീങ്ങൾ ഖുർആൻ അനുസരിച്ച് നീങ്ങുക, നമ്മളെ ബൈബിൾ അനുസരിച്ച് നീങ്ങുക, എല്ലാവരും രക്ഷപ്പെട്ടോളന്നെ. നമ്മളിപ്പം മാപ്പിളയാണോ ഒന്നില്ല, മാപ്പിള ഇങ്ങും ആണോ ഒന്നില്ല. രണ്ടാളും ദീനിന്റെ അഹ്ലിയാറാണ്, രണ്ടാളും കിതാബിന്റെ അഹ്ലിയാറാണ് എന്നൊക്കെ പ്രസംഗിച്ചപ്പോ അതങ്ങനല്ല ശരി. റസൂല് വന്നാൽ ലോകത്തുള്ള എല്ലാ മനുഷ്യരും റസൂലിനെ അംഗീകരിച്ചോളണം. അത് പ്രസംഗ ജനങ്ങളെ ബോധവാന്മാരാക്കാൻ ഒന്നൊരുമിച്ച് കൂടാൻ തീർച്ചയാക്കിയപ്പോ എല്ലാവരും ഞാനും പിന്നാണ്. ബഹുമാനപ്പെട്ട ശൈഖുനാ ശംസുൽ ഉലമ അക്കാര്യം ഏറ്റെടുത്തു. ക്രിസ്ത്യാനികളെ ബൈബിൾ കൊണ്ടുവന്ന് ആ ബൈബിളിന്റെ ഭാഷ ഏതാണോ ആ ഭാഷയിൽ പ്രസംഗിച്ചിട്ട് അതിനെതിർത്തു. നിങ്ങളെ കിതാബിൽ, നിങ്ങളെ ബൈബിളിൽ ഇന്ന പേജിൽ ഇന്ന വരിയിൽ സ്ഥലം പിടിക്കുന്നു. മുഹമ്മദ് നബി അവസാനത്തെ ഖാതിബുൻ നബിയീനാണ്. ആ നബി വന്നാൽ ലോകത്തുള്ള സർവ്വചരാചരങ്ങളും ആ നബീനെ അംഗീകരിച്ചോളണം. ഇനി നിങ്ങൾക്ക് ഈസാ നബീന്റെ മതം പോരാ, റസൂലുള്ളാഹിന്റെ മതം സ്വീകരിക്കണം. അത്ര നഞ്ഞൂക്കോടെ പറയാൻ പറ്റുന്ന ഒരു പണ്ഡിതൻ അന്ന് കേരളത്തിലുണ്ടെന്ന് സംശയമാണ്. അനുഭവങ്ങളാണ് നിങ്ങളോട് പറയുന്നത്. കണ്യത്തുസ്താദ്
നേരിട്ട് കണ്ടും സംസാരിച്ചും പരിചയപ്പെട്ട ആലിമീങ്ങളെ പറ്റിയാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. അങ്ങനത്തെ ഒരു ഇൽമിനനുസരിച്ച് 100% മുസ്ലിയാറ എനിക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല കേട്ടോ. മൂപ്പർ ജാമിയാനുവരിന്റെ ക്ലാസ്സിലേക്ക് കയറി വരുമ്പോ വേറെന്തോ ആലോചനയിൽ ഇടത്തെ കാലുകൊണ്ട് കടന്നുപോയാൽ ഒരു പാമ്പിനെയോ മറ്റോ കണ്ടപ്പെടുമ്പോൾ വൈകിട്ട് മടങ്ങും. എന്നിട്ട് ബിസ്മില്ലാന്ന് വലത്തെ കാലുകൊണ്ട് കയറും. കണ്ട അനുഭവമാണ് പറയുന്നത്. ഞങ്ങളെ തുഹഫത്തുൽ മുഹ്താജ് പരീക്ഷിക്കാൻ വേണ്ടി കണ്ണിത്ത് ഉസ്താദ് വന്നപ്പോ ഓറുമായൊരു സ്നേഹബന്ധം പുലർത്താൻ വേണ്ടി ഉദുവെടുക്കുന്ന ഞങ്ങളെ കുറച്ച് മുത്തല്ലിമീങ്ങൾ പോയി. പൈപ്പിന്നൊരു പാട്ടയിൽ വെള്ളം എടുത്തു. കണ്ണിത്ത് ഉസ്താദിന്റെ കൈമ അങ്ങോട്ടക്കടാ വാങ്ങിയത്രക്കൽ ഇസ്തിയാനത്താന്നല്ലേ ഉദാഹരണം സഹായത്തിനെ തടറ്. ഞങ്ങൾക്കെന്താ വെള്ളയും കൊടുത്തു എങ്ങനെ കൈമ പാരണോ? വാങ്ങിയത്രക്കൽ ഇസ്തിയാനത്ത പാരണോ? ഒരവസരം സുബഹി നമസ്കരിക്കുമ്പോ മുത്തുകോയ തങ്ങളാണ് അവിടുത്തെ ഇമാം. കുനൂത്തിന്റെ അവസാനം റബ്ബന ഗഫിർ വർഹം വഅന്ത ഖൈറുർ റഹീമീൻ എന്ന് പറഞ്ഞു സുജൂദിലേക്ക് വന്നു. ഇതെല്ലാം എന്റെ ചെവിട് കൊണ്ട് കേട്ട, എന്റെ കണ്ണുകൊണ്ട് കണ്ട അനുഭവങ്ങളാണ്. സലാം വീട്ടി ഉടനെ വിളിച്ചു, തങ്ങളെ നിങ്ങൾക്കൊരവസ്ഥയുള്ള ദ്വാരങ്ങൾ പിന്നെ ദ്വാരം കുനൂത്ത് സലാത്ത് കൊണ്ട് അവസാനിപ്പിക്കണമെന്ന സല്ലല്ലാഹു തആല വസല്ലം അലാ ഖൈരി ഖൽഖി സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അല്ലാഹു അക്ബർ. സലാത്ത് കൊണ്ട് അവസാനിപ്പിക്കണം എന്ന ബാലഇമാം എന്നൊരു മഹാനൻ മൂപ്പര് പറഞ്ഞ് കുനൂത്തിന്റെ അവസാനം റബ്ബിഗ്ഫിർ വർഹം വഅന്ത ഖൈറവൻ അങ്ങനെ പറയണം. ഈ അഭിപ്രായം എടുക്കുകയാണെങ്കിൽ നിങ്ങൾ അങ്ങനെ പറഞ്ഞാൽ മതി. അല്ലാണ്ട് നീളമുള്ള ദ്വാരങ്ങൾ പിന്നെ ദ്വാരുന്നു നിസ്കാരത്തില്ല വാരിതനുസരിച്ചാണ് നിങ്ങൾ ഇങ്ങനെ പഠിച്ച സംഗതി ഫുള്ളായി തന്റെ അമലിലും വാക്കിലും പ്രവൃത്തിയിലും കാണുന്ന ഒരു മഹാനായിരുന്നു കണ്ണിത്ത് ഉസ്താദ്. മൗത്തായി പോയി അല്ലാഹു മാഫില്ലഹു. അങ്ങനത്തെ ഒരു പ്രസിഡന്റിനെ ഇനി സമസ്തക്ക് കിട്ടുമോ എന്ന കാര്യം സംശയത്തിലിരിക്കുകയാണ്. അനുഭവങ്ങൾ വെച്ചുകൊണ്ടാണ് നിങ്ങളോട് പറയുന്നത്. ഖിയാമത്ത് നാളിന്റെ മുഖ്യമായ ലക്ഷണം ഇന്നമായന്തസിഉൽ ഇൽമ ബിഖബ്ദിൽ ഉലമാ. ഇൽമ അവസാനം ഊരിപ്പോന്ന് പറഞ്ഞല്ലോ. ആ ഇൽമ പോകല് കിതാബിന്റെ അകത്ത് ഇൽമുണ്ടാവില്ല എന്നല്ല, പിന്നെ എങ്ങനെ ബിഖബ്ദിൽ ഉലമാ. കാര്യപ്പെട്ട ആലിമീങ്ങളൊക്കെ മഖ്ബൂലായി പോകും, മരിച്ചങ്ങ് തീർന്നു പോകും. അത് വന്നു എല്ലാ നാട്ടിലും വന്നു, എല്ലാ പ്രദേശത്തും വന്നു. വിവരക്കുറവ് ദുന്യവിൽ വർദ്ധിക്കുക, ജഹ്ല് വർദ്ധിക്കുക. അത് ഖിയാമത്ത് നടത്താൻ ഉണ്ടാകുന്ന 10 ലക്ഷങ്ങൾ ഒന്നാ. അത് വർദ്ധിക്കേണ്ടിടത്തോളം വർദ്ധിച്ചു. 50 അഖീദയുണ്ട്. ഈ 50 അഖീദ വ്യക്തമായി എണ്ണിപ്പറയാൻ കെൽപ്പുള്ള ആളുകൾ ഈ സദസ്സിൽ എത്ര ഉണ്ട് എന്ന് നിങ്ങൾക്ക് ചിന്തിക്കാം. അള്ളാഹുവിന് വാജിബായ 20 സിഫത്ത്, മുസ്തഹീലായ 20 സിഫത്ത്, അംബിയ മുർസലുകൾക്ക് ഇത്ര സിഫത്ത്, വരാൻ പാടില്ലാത്ത സിഫത്ത്, 50 അഖീദ. അതറിയണം മുഅ്മിനായ ആണും പെണ്ണും. അത് വ്യക്തമായി അറിയുന്നവർ ഇന്നുണ്ടോ ഇല്ലേ? എന്റെ പ്രിയങ്കരനാകുന്ന കണാലുൽ ഉസ്താദ് വഅദ് പറയുമ്പോ കുറെ ദിവസം ഈമാൻ കാര്യം അള്ളാഹിനെ കൊണ്ട് വിശ്വസിക്കേണ്ടത് എങ്ങനെ, മലക്കുകളെ കൊണ്ട് വിശ്വസിക്കേണ്ടത് എങ്ങനെ, കിതാബിൽ വിശ്വസിക്കുന്ന ആ വിഷയം ഉൾക്കൊള്ളുന്നത് വയറ് തന്നെ ഇന്ന് നടക്കാറുണ്ടോ എന്നെനിക്ക് സംശയമാണ്. ഖിയാമത്ത് നാളിന്റെ മുഖ്യമായ 10 ലക്ഷണങ്ങളിൽ രണ്ടാമത്തത് ജഹ്ലുത്തരം വർദ്ധിക്കുക, ജഹ്ല് വർദ്ധിക്കുക, ജഹ്ല് വർദ്ധിക്കുക. അനുഭവങ്ങളാണ് നിങ്ങളോട് പറയുന്നത്. അനുഭവങ്ങൾ. ലോകത്ത് കള്ളുകുടി വർദ്ധിക്കും, വർദ്ധിക്കേണ്ടിടത്തോളം വർദ്ധിക്കും. മോനെ, നിനക്കൊരു വലിയ മാരകമായ രോഗം പിടിപെട്ടു. ഏതോ ഒരു വൈദ്യം പറഞ്ഞു, പശുവിന്റെ മൂത്രം എടുത്തിട്ട് അതിൽ ഇന്ന പച്ചമരുന്ന് അരച്ച് നിങ്ങൾ പുരട്ടിയാല് ഈ രോഗം മാറും. ചികിത്സിച്ചോ? നിസ്കരിക്കാൻ നോക്കുമ്പോൾ കഴുകിയാമായി ചികിത്സിച്ചോ? നജീസ് കൊണ്ട് ചികിത്സിക്കാം, നജീസ് കൊണ്ട് ചികിത്സിക്കാം. ഒരു വലിയ പഴയ നാടൻ വൈദ്യം, നിങ്ങൾക്ക് നല്ല മുന്തിരിന്റെ കള്ള് കിട്ടുമോ? മസ്തുവരത്തൊന്നും കുടിക്കണ്ട. ഒരു 2 ടീസ്പൂൺ രാത്രി ഉറങ്ങുന്നതിന്റെ മുമ്പ്, 2 ടീസ്പൂൺ രാവിലെ. അത് കുടിച്ചാൽ മിക്കവാറും രോഗത്തിന് ശിഫ ഉണ്ടാവും. അനുഭവ എന്നൊക്കെ വൈദ്യം പറഞ്ഞാൽ കുടിക്കാൻ പറ്റുമോ? മുസ്ലിമേ, നിന്റെ ആലയിലെ പശുവിന്റെ മൂത്രം നിനക്ക് ചികിത്സിക്കാം, കള്ളുകൊണ്ട് ചികിത്സിക്കാൻ പറ്റുമോ? ലാജൂസുൽ മുദാവാത്ത് ബിഹാ.
കള്ളുകൊണ്ട് ചികിത്സിക്കാൻ പറ്റൂല. മിൻഹാജ് നോക്കിയാൽ കാണാം. കാരണം എന്തേ? ലിഅന്ന റസൂലല്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ ലാ ശിഫാ ഫിൽ ഖംർ. അല്ലാഹുവിന്റെ റസൂൽ അടിവരയിട്ടുകൊണ്ട് പറഞ്ഞു, ലാ ശിഫാ ഫിൽ ഖംർ, കള്ളിൽ രോഗത്തിന് ശിഫ അല്ലാഹു വെച്ചിട്ടില്ല തന്നെ. അങ്ങനത്തെ കള്ളുകൂടി ഇനി നിത്യത്തൊഴിലല്ലേ പല ഭാഗങ്ങളിൽ. നിഷേധിക്കാൻ പറ്റുമോ? കള്ള് ഷോപ്പിന്റെ മുമ്പൊക്കെ നീണ്ട നിരയാണ്. ഒരുപക്ഷെ നമുക്ക് മുസ്ലിം ചെറുപ്പക്കാരെയും ആ ജാഥയിൽ ആ നിരയിൽ നിന്നതായിട്ട് കാണാം. ദുന്യാവിന്റെ അനുഭവം അങ്ങനെയായിപ്പോയി. ആരോട് പറയാനാണ്? ഡ്രൈവിംഗ് ഞാൻ ഡ്രൈവർമാർ വരെ പോലീസുമാർ പിടിക്കുന്നു. കുടിച്ചിട്ട് വാഹനം ഓടിച്ചതിന്റെ കാരണമായി ഇത്ര ആളെ പിടിച്ചു. റേഡിയോയിലൊക്കെ നിങ്ങൾ കേൾക്കാറില്ലേ? പത്രത്തിലൊക്കെ അറിയാറില്ലേ? ഈ കള്ളുകുടി നിത്യത്തൊഴിലായി പോവുക, ഇത് ഖിയാമത്ത് നാളിന്റെ മുഖ്യമായ ലക്ഷണമാണ്. അങ്ങനെ കിതാബിന്റെ ലക്ഷണങ്ങൾ ഏതാണ്ടും വന്നു കഴിഞ്ഞു. ലോകം അവസാനിക്കുക ചെയ്യും, ഉറപ്പാ. ഇതുവരെ കിഴക്കുന്നുദിച്ച് പടിഞ്ഞാറസ്തമിക്കലല്ലേ ഒരുപക്ഷെ നമ്മളെ ജീവിതകാലത്ത് തന്നെ, അതല്ലേ നമ്മൾ തൊട്ടുകൊണ്ടുള്ള ആ കാലം. ഒരു ദിവസം മൂന്തിയാ പിന്നെ നേരം വെളുക്കൂല. 10 മണിക്കൂർ കഴിഞ്ഞ്, 5 മണിക്കൂർ കഴിഞ്ഞ്, 20 മണിക്കൂർ കഴിഞ്ഞ്, 24 മണിക്കൂർ കഴിഞ്ഞ്, 34 മണിക്കൂർ കഴിഞ്ഞ്, എന്നിട്ടൊന്നും നേരം വെളുക്കൂല. മുഅ്മിനീങ്ങളൊക്കെ പേടിച്ച് ബേജാറായി, ഹൈറാനത്തായി. പിന്നെ ഉറക്കൂല, എല്ലാം പേടി തന്നെ. 3 ദിവസത്തിന്റെ ദീർഘം എത്രയുണ്ടോ അത്ര ദീർഘം കഴിഞ്ഞതിന്റെ ശേഷമാണ് നേരം പുലരുന്നത്. അന്ന് നോക്കിയാൽ സൂര്യൻ ഉദിക്കുന്നത് എവിടുന്നാണ്? ഇന്നലെ ഉദിച്ച സ്ഥലത്ത് വെച്ചല്ല. ഇന്ന് കിഴക്കുന്നുദിച്ച് പടിഞ്ഞാറസ്തമിക്കുകയല്ലേ. പടിഞ്ഞാറുന്ന് സൂര്യൻ ഉദിക്കും. ആ അലാമത്ത് വന്നിട്ടില്ല. ഇവിടെ ദജ്ജാല് വരും, അത് വന്നിട്ടില്ല. ഇങ്ങനെ മെയിനായ ചില അലാമത്തുകൾ എന്നതല്ലാതെ ഏതാണ്ട് അലാമത്തുകൾ വന്നു കഴിഞ്ഞു. ഇന്ന സൽസലത സാഅത്തി ശൈഉൻ അദീം വനുഫഖ ഫിസ്സൂർ. സൂർ എന്നൊരു ഉപകരണത്തിൽ ഇസ്രാഫീൽ അലൈഹിസ്സലാമിനോട് ഊതാൻ അല്ലാഹു കൽപ്പിച്ചാൽ ഒരഖില ലോക ഭൂചലനോട് തെങ്ങും വീണു, മരവും വീണു, ഇടുപ്പും വീണു, പള്ളി വീണു, എല്ലാം വീണു, എല്ലാ കുന്നും മലയൊക്കെ ഇട്ടു. ഒരു മുട്ട ഇങ്ങനെ ഉരുട്ടിയാൽ ഉദയസ്ഥലം മുതൽ അസ്തമാന സ്ഥലം വരെ ഇടുന്ന നിലക്ക് ഈ ഭൂമി ലോകത്തിന് ഇതല്ലാത്ത മറ്റൊരു ഭൂമിയായി രൂപാന്തരപ്പെടുത്തും. അതാണ് അല്ലാഹു പറയുന്നത്, ഇന്ന സൽസലത്തസ്സാഅത്തി ശൈഉൻ അദീം. ലോകം അവസാനിക്കുന്ന അവസരമുണ്ടാകുന്ന ആ ഭൂചലനം അതൊരു വമ്പിച്ച പ്രശ്നമാണ്. ആ വമ്പിച്ച പ്രശ്നം എന്നത് മനസ്സിലാക്കാൻ ഇക്കാര്യം ചിന്തിച്ചോളൂ. തദ്ഹലു കുല്ലു മുർദിയത്തിന്നമ്മാവുന്ന പേടിച്ചങ്ങ് പാഞ്ഞുവാൻ. പഠിച്ചോനെ, എന്റെ കുഞ്ഞ് ഓൾ അറിയില്ല, മുല കുടിക്കുന്ന കുഞ്ഞിനുള്ള പെണ്ണുങ്ങളാ. ഓൾ ഉബിടുന്ന് ഓടി വടേറ ഹൈവേലങ്ങ എത്തിപ്പോയി. എന്റെ കുഞ്ഞൻ ഏടിയെന്ന് പഠിച്ചോനെ, ഞാൻ ഇങ്ങ് എടുത്തിനോളി, ഏടിയ ബൂനോയിനോളി, ബൂനോയ്ക്കുണ്ടോ എന്റെ കുഞ്ഞനേടിയാളി. അല്ല ഒരു പിടുത്തമില്ല. ഗർഭിണിയായ പെണ്ണിന്റെ ഗർഭം അവൾ അറിയാതെ പ്രസവിച്ചു പോവുകയാണ്. പള്ളന്റെ പൊന്തലങ്ങ് പോയിട്ട് പള്ളിങ്ങനെ പഠിച്ചോനെ, ഞാൻ പെറ്റുവെങ്കിലും പഠിച്ചോനെ, എവിടെയുള്ള പെറ്റ്, എവിടെയുള്ള പെറ്റ്. ഓളാകെ ബേജാറാ. ഓൾ അറിയില്ല എന്റെ കുഞ്ഞെവിടെ പോയി, എവിടെ പ്രസവിച്ചു, ഓൾ അറിയില്ല. ഒത്തറന്നാസ സുഖാറ, ജനങ്ങളെ മുഴുവൻ ഒരു മസ്താന്മാരായി നിങ്ങൾ കാണാം. ഉമാഹം ബിസുഖാറ, കുടിച്ചിട്ടുള്ള മസ്തല്ല. വലാകിന്ന അദാബല്ലാഹി ശദീദ്. ലോകം അവസാനിക്കുമ്പോൾ ഈ മാതിരി പലതും സംഭവിക്കും. ചിലപ്പോൾ നമ്മുടെ ജീവിതകാലത്ത് തന്നെ ലോകം അവസാനിച്ചേക്കുമോ എന്ന് ഭയപ്പെടണം. എന്റെ സമുദായം 1500 കൊല്ലം ജീവിക്കും, മറ്റൊരൽപ്പം 2000 കൊല്ലം വരെ. 1500 ആണെങ്കിൽ അത് ഇവിടെ എത്തിയല്ലോ, 1400 ഉപയോഗിച്ചില്ലാനായില്ലേ? 2000 എന്നൊരു അഭിപ്രായം അങ്ങനെയും കാണുന്നു. അങ്ങനെയാണെങ്കിൽ പിന്നെ കുറച്ച് കൊല്ലൂടെ ഉണ്ടാവും. ഏതായാലും സംഭവിക്കും കേട്ടോ. അസയായിമാരെ, നിങ്ങളും ജീവിക്കുന്ന കാലത്ത് 100 സംഗതി ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ട് 99 നിങ്ങൾ എടുത്തു, 1 വിട്ടു. നിങ്ങൾ മോശക്കാരാ, നിങ്ങൾ മോശക്കാരാ, കൊള്ളാത്തോലാ. നിങ്ങൾ ജീവിച്ച കാലത്തുള്ള മോമിനീങ്ങൾ 100 കാര്യം 100 എടുക്കുന്നോലാ. അപ്പൊ 99 1 വിട്ടാൽ നിങ്ങൾ മോശക്കാരാ. അവസാനം ഒരു കാലം വരും,
100 നല്ല കാര്യം പറഞ്ഞിട്ട് ഒന്ന് മാത്രം എടുത്തു, 99 വിട്ടു. ഓല് നല്ലോല. കാരണം എന്താ, അന്ന് 100 പെടുന്നോല ഉണ്ടാകുക. ഏതെങ്കിലും ഒരു 3 കിലോ മുതലല്ല ഒന്നെടുക്കുന്നുണ്ട് ജയിച്ചു. അക്കാലായത് കേട്ടോ, ആ കാലമാണ്. എന്നൊരു വലിയ മജ്‌ലിസിൽ വെച്ച് ഇവിടെ കുടിക്കുന്ന പോലെ തിരിയാ എണ്ണം കിട്ടൂല. കുടിക്കാത്ത പോലെ ചിലപ്പോ കുഞ്ഞോളാജി കുടിക്കൂല, ബ്രഹ്മനാജി കുടിക്കൂല, ഓറ് കുടിക്കൂല. കുടിക്കാത്ത ആളെ ചിലപ്പല്ലേ ചെണ്ണിക്കില്ല. കുടിക്കുന്നതിലെത്തിലെന്നൊരു പിടുത്തം കിട്ടും, ഒരു പിടുത്തവും കിട്ടും. അതുപോലെ മറ്റുള്ള അനാചാരങ്ങൾ. ദുനിയാവിൽ ദിന വർദ്ധിക്കും, വർദ്ധിക്കേണ്ടിടത്തോളം വർദ്ധിച്ചു. ഇന്ത്യ ഗവൺമെന്റ് നിയമം വന്നുകൊണ്ടിരിക്കുന്നു. 19 വയസ്സുള്ള ഒരു പെണ്ണും ഒരു പുരുഷനുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടാൽ അത് കുറ്റകരമല്ല. ഇന്നൊരാള് ദിന ചെയ്യാത്ത റമദാൻ പിടിച്ചിട്ടല്ല. ഈ പെണ്ണിന്റെ ഭർത്താവ് പറഞ്ഞ എനിക്ക് കബലീസ് കിട്ടൂലേ, നാട്ടിൽ നിന്നാകെ ഞാൻ പുറത്താവൂലേ, കുറവായി പോകൂലേ. ഇന്നാലില്ല ഇബ്രാഹിം വലിയാറോ, ഇബ്രാഹിം വലിയാറോ ആളുകൾ പറയില്ലേ. അതൊക്കെ ചിന്തിച്ചിട്ടായിരിക്കാം ഇന്നൊരു മനുഷ്യൻ തെറ്റ് ചെയ്യാത്തത്. ഏതായാലും ഖിയാമന്നാൾ അടുത്താൽ വ്യഭിചാരം വർദ്ധിക്കും, വർദ്ധിക്കും, വർദ്ധിക്കും. സ്വന്തം ഉമ്മയും മകനുമായി വ്യഭിചാരം നടക്കും, ഉപ്പയും മകളുമായി വ്യഭിചാരം നടത്തും. ലോകത്തിന് നേതാവായ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ വാക്കുകൾ മനസ്സിലാകുന്ന കാര്യമാണ് ഈ പറയുന്നത്. ഇന്നാളൊരു പെൺകുട്ടി പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് പറഞ്ഞു, യജമാൻ എന്നെ രക്ഷിക്കണം, എന്റെ ഉമ്മ ആരോഗ്യമുള്ള കാലത്ത് മരിച്ചതാണ്, ഉപ്പ ആരോഗ്യമുള്ള ഉപ്പയാണ്, ഞാൻ ഏക മകളാണ്, ഞാനും ഉപ്പയും മാത്രമേ വീട്ടിലുള്ളൂ. ഉപ്പ എന്നെ എല്ലാ ദിവസവും ശല്യപ്പെടുത്താൻ. ഇതുവരെ ഞാൻ ഗർഭിണിയായിട്ട്, അഥവാ ഞാൻ ഗർഭിണിയായാൽ ഞാൻ റെയിലിന് തലവെക്കേണ്ടി വരും. എന്റെ ഉപ്പന്നെ അതിന്റെ ആൾ നിനക്ക് പറയാവോ? അത് കണാറല്ല, കളപ്പരല്ല, ഒരു മുസ്ലിമായ ആളാണ്. സ്വന്തം മകളെ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞ വാക്ക് ഇങ്ങനെ പുലർന്നുകൊണ്ടിരിക്കുകയാണ്. സിനാ ദുനിയാവിൽ വർദ്ധിക്കും, വർദ്ധിക്കേണ്ടിടത്തോളം വർദ്ധിക്കും, വർദ്ധിക്കേണ്ടിടത്തോളം വർദ്ധിക്കും. 100 സംഭവിക്കും, 1 പുറത്തറിയും. അത് 1 ഉള്ളൂ എന്ന് മനസ്സിലാക്കണ്ട. ഈ സദസ്സിലുള്ള പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, യുവാക്കളെ, ഈ സദസ്സിലുള്ള ഉമ്മവങ്ങന്മാരെ, സ്നേഹനിധികളായ ബാല്യക്കാരത്തി കുട്ടികളെ, ഞാൻ നിങ്ങളുടെ മുസേബകയിൽ വെച്ചുകൊണ്ട് പറയും, ഇതുവരെ എന്തോ ചെയ്തോ ഇല്ലേന്ന് ഞാൻ അറിയില്ല. ഇനി അങ്ങോട്ട് സിന എന്ന സംഗതി എന്റെ മരണം വരെ ഞാനത് ചെയ്യൂല. എന്റെ ശരീരത്തിൽ ഈ വിശേഷ ബുദ്ധി നിൽക്കുന്ന കാലത്തോളം ഞാനൊരന്യ പുരുഷനുമായി അമിതമായ ബന്ധം പുലർത്തൂല എന്ന് മുത്തുമോളെ ഉറപ്പിക്കണേ. യഥാർത്ഥ ഈമാൻ ശരീരത്തിലുണ്ടെങ്കിൽ ഒരു മൂമിനിന് സിന ചെയ്യാൻ കഴിയില്ല. ലാ യസ്റബുൽ ഖംറ ഹീന യസ്റബുഹ വഹുവ മൂമിൻ. യഥാർത്ഥ ഈമാന്റെ പ്രകാശം അവന്റെ മനസ്സിന്റെ ഉള്ളിലുണ്ടെങ്കിൽ കള്ളു കുടിക്കാൻ മൂമിനിന് കഴിയില്ല. ഇതൊക്കെ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞെങ്കിലും മൊത്തം ലോകത്തിന്റെ കണക്ക് നോക്കിയാൽ, കള്ളുകുടിയന്മാർ എണ്ണിയാൽ, പെണ്ണുപിടിയന്മാർ എണ്ണിയാൽ, ഒരുപക്ഷെ മുഅ്മിനീങ്ങളെ ചില നാട്ടിൽ മുസ്ലിം മെമ്പർമാരാണോ കൂടുതൽ എന്ന് സംശയിക്കണം. അതുകൊണ്ട് അലൈക നഫ്സക വദ അംറൽ അവാം. നിങ്ങൾ നല്ലത് പറഞ്ഞാൽ അത് നടക്കൂലാത്തൊരു കാലം വരും. കുഞ്ഞമ്മദാജി അങ്ങനല്ലേ, മൊയ്തുരാജ് ഇങ്ങനല്ലേ, പോക്കറാജ് ഇങ്ങനല്ലേ, ഓലമക്കൾ കുടിക്കുന്നില്ലേ, ഓലമക്കൾ ഇങ്ങനെ, അതൊന്നും ചിന്തിച്ചിട്ട് അതൊക്കെ വരും. അലൈക നഫ്സക വദ അംറൽ അവാം. നീ നിന്റെ തടിന്റെ കാര്യം നോക്കണം, പൊതുജനങ്ങളുടെ മനസ്സെന്ന് വിട്ടോളൂ എന്ന് റസൂലുള്ള പറഞ്ഞെങ്കിൽ ആ കാര്യം ഇത് തന്നെയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട സംഘാടകരെ, എനിക്കൊരു സംഗതി പറയാനുള്ളത്, ഈ നല്ല ഒരുപാട് മുസ്ലിം സഹോദരിമാരുണ്ട്, ഉഖ്റവിയ ബോധമുള്ളവരുണ്ട്, ഉഖ്റവിയ ചിന്താഗതിയുള്ളവരുണ്ട്. അതുകൊണ്ട് അവർക്കൊക്കെ ചില സന്ദർഭത്തിൽ സൂറത്തു നൂറിന്റെ മായനകളൊക്കെ കേൾപ്പിക്കണം. അല്ലിമൂഹുന്നൽ ഗസ്ല വസൂറത്തു നൂർ. അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, അല്ലിമൂഹുന്നൽ ഗസ്ല വസൂറത്തു നൂർ. നിങ്ങൾ സ്ത്രീകൾക്ക് സൂറത്തു നൂർ പഠിപ്പിക്കണം. വീട്ടിന്റെ ഉള്ളിൽ വെച്ചുകൊണ്ട് ചെയ്യാൻ ജോലി, നിശീനടിക്കൽ പോലത്തെ, നൂല് നൂൽക്കൽ പോലത്തെ ആ സംഗതി വീട്ടിന്റെ ഉള്ളിൽ അടങ്ങി ഒതുങ്ങി ജീവിച്ചുകൊണ്ട് ചെയ്യാൻ പറ്റുന്ന ജോലികൾ അത് പഠിപ്പിച്ചോളൂ. സൂറത്തു നൂറിന്റെ മാന പഠിപ്പിക്കണം. 1 2 ദിവസം അതിന്റെ മാന മുസാബിങ്ങനെ വെച്ചിട്ട് പറയന്നെ,
എന്തൊരർത്ഥവത്തായ സംഗതിയാണ്. യാ അയ്യുഹല്ലദീന ആമനൂ ലാ തദ്ഖുലൂ ബുയൂതൻ ഗൈറ ബുയൂതികും. ഖുർആനാ സൂറത്തുന്നൂറ. മുഅ്മിനീങ്ങളെ, ഒരു കാര്യമുണ്ട് കേട്ടോ. നിങ്ങളെ സ്വന്തം വീടല്ലാത്തൊരു വീടിന്റെ ഉള്ളിൽ ആരാം പെണ്ണ് നിങ്ങൾക്ക് കാണാനും തൊടാനും പാടില്ലാത്ത പെണ്ണ് വീട്ടിന്റെ ഉള്ളിലുണ്ടെങ്കിൽ ലാ തദ്ഖുലൂ, വീട്ടിന്റെ ഉള്ളിൽ നിങ്ങൾ കടക്കരുത് കേട്ടോ. നിങ്ങൾ ചോദിക്കണം. കടക്കാൻ പറ്റുന്നൊരവസ്ഥാവിശേഷമാണെങ്കിൽ കടന്നോളൂ. ഒരു ഭാര്യക്കാരത്തി മാത്രമേ വരരുള്ളൂ. എന്നാൽ ഇനി പുറത്താട് നിൽക്കണം. ഇനി മൊയിലാരെ തങ്ങളാച്ച കുത്തുമുല്ലക്താവായാലും ശരി പുറത്താട് നിൽക്കണം. ഹലോ, കദീസുണ്ടോ? എന്തിനും മന്ദീനു? ഞാൻ അടിഞ്ഞിട്ട് പറയാൻ മന്തി വന്നതാ. എന്നാ ഏറ്റ് നിങ്ങൾ പോന്നല്ലേ? ആ പോട്ടെ. നിങ്ങൾക്ക് കുത്തരിക്കാം. അങ്ങനെ പറയല്ലേ പെണ്ണുങ്ങളെ? കൊന്നാ പറയല്ലേ? ചിലപ്പിന്റെ ഭർത്താവിന്റെ അനുജനായിരിക്കും, ചിലപ്പിന്റെ അനുജത്തിന്റെ ഭർത്താവായിരിക്കും. അനുജത്തിന്റെ ഭർത്താവ് നീയുമായി വല്ലാഹി ഒരു ബന്ധവും ശറയിലില്ല. വല്ലാഹി ഒരു ബന്ധവും ഇന്റെ അനുജത്തിന്റെ ഭർത്താവ് നീയുമായി ശറയിലില്ല. നിന്റെ ഭർത്താവിന്റെ അനുജനും നീയുമായി കാണാനും തൊടാനും പറ്റുന്ന ബന്ധമല്ല. ഒന്ന് ശ്രദ്ധിച്ചോ. അനിയത്തിന്റെ മാപ്പിള ഇഞ്ഞിങ്ങി പോര് സുബൈര, ഇങ്ങനത്തെ ആരാനാറ്റ ഇഞ്ഞിവിടെ കുത്തിരുന്ന അകത്ത് ഇന്റെ ഇവിടെ പേനുണ്ട് തായ്യത്ത്. ഓള് മാത്രമേ ഉള്ളൂ പറയല്. കുട്ടികളൊക്കെ മദ്രസ പോരാ, ഭർത്താവ് ഗൾഫിലാ. ആ സമയത്ത് മോളെ, നിന്റെ അനുജത്തിന്റെ ഭർത്താവ് നീ അകത്തേക്ക് വിളിക്കല്ലേ. വിളിച്ചാൽ എന്റെ പ്രിയപ്പെട്ട യുവാവ് നീ കയരുത് കേട്ടോ. സൂറത്തുന്നൂറാണ്. ലാ തദ്ഖുലൂ ബുയൂതൻ ഗൈറ ബുയൂതികും. നിങ്ങളെ സ്വന്തം വീടല്ലാത്ത വീട്ടിന്റെ ഉള്ളിൽ നിങ്ങൾക്ക് കടന്നുകൂടാ. ഇങ്ങനെ ഒരുപാട് വളരെയധികം കഴമ്പുള്ള വിഷയങ്ങളൊക്കെ സൂറത്തുന്നൂറിലുണ്ട്. ഇതൊരു സന്ദർഭത്തിൽ ഇവിടെ വാതുണ്ടാകുമ്പോൾ കേൾക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. عما يتساءلون عن النبأ العظيم الذي هم فيه مختلفون كلا سيعلمون ثم كلا سيعلمون. മുഹമ്മദ് നബിയെ അമ്മ യതസാഅലൂൻ, എന്തിനെ തൊട്ടാണ് മനുഷ്യരിങ്ങനെ ചർച്ച ചെയ്തുകൊണ്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്? മനുഷ്യൻ മരിച്ച് മണ്ണോട് മണ്ണ് ചേർന്നാൽ പിന്നെങ്ങനെ മനുഷ്യൻ ഉണ്ടാകുക? മുസ്ലിമീങ്ങളെ ആളുകൾ അവൽപ്പെട്ട ഒരു വലിയ വിഭാഗം കത്തിക്കലാണ്. കത്തിച്ച് വെണ്ണീറാക്കി ആ വെണ്ണീർ കൊണ്ടുപോയി ഭാരതപ്പുഴയിലും മറ്റും വിതറലാണ്. ഹിമാലയ പർവ്വതത്തിലും മറ്റും വിതറലാണ്. പത്രദ്വാര റേഡിയോവിൽ കൂടിയും മറ്റുമൊക്കെ നമ്മൾ അറിയുന്നതല്ലേ. രാജീവ് ഗാന്ധി അന്തരിച്ചപ്പോൾ എന്ത് ചെയ്തു? ഇന്ദിരാഗാന്ധി അന്തരിച്ചപ്പോൾ എന്ത് ചെയ്തു? ഇതൊക്കെ നമ്മളൊക്കെ അറിയുന്നതല്ലേ. വലിയ വലിയ നേതാക്കന്മാരാകുമ്പോ അതിന്റെ ആ മതിപ്പോട് കൂടുതൽ കത്തിച്ച് വെണ്ണീറാക്കിയ വെണ്ണീർ കൊണ്ടേല് വിതറലാണ്. പിന്നെ എങ്ങനെ പരലോകത്തുണ്ടാകുക? ഇന്ന് പറമ്പിലെ പള്ളിയിലെ ഒരു പഴയ ഖബറുള്ള സ്ഥലം ഒന്ന് കുഴിച്ച് മണ്ണൊക്കെ എടുത്താൽ ചിലപ്പോ ഒന്നും കാണൂല. എല്ലാം ദ്രവിച്ചു പോയിട്ടുണ്ടാകും. ഒന്നും കാണൂല. തലച്ചോറും ഉണ്ടാവൂല, ഭാര്യയിലും ഉണ്ടാവൂല. പിന്നെങ്ങനെ ഉസ്താദ ഈ മൊയിലാർ പിന്നെ ഉണ്ടാകുക? ഈ മനുഷ്യനങ്ങ് പരലോകത്ത് വരിക. പ്രത്യേക ഒരു മനുഷ്യനെ പടച്ച ഓൻ എന്ത് ചെയ്തീന്, ഓനെ നിന്ന് ശിക്ഷിക്കണം, ഓനെ രക്ഷിക്കണം. ഈ മനുഷ്യൻ ഉണ്ടാകുക. ഈ സംശയം മുഹമ്മദ് നബിയെ, നമ്മൾ മണ്ണോട് മണ്ണ് ദ്രവിച്ചു പോയാൽ പിന്നെ എങ്ങനെ ഒരു പുനർജന്മം? ഇത് റസൂലുള്ളാഹിന്റെ കാലത്ത് വരെ ഉണ്ടായ മുഅ്മിനീങ്ങളല്ലാവർക്കുള്ള സംശയങ്ങളാണ്, ഡൗട്ടാണ്. ഇതിനെയൊക്കെ നീക്കുന്ന നിലക്കാണ് ഈ സൂറത്തിന്റെ വിവരണം. അമ്മ യതസാഅലൂൻ, എന്തിനാ ജനങ്ങൾ ഇങ്ങനെ പരസ്പരം ചോദിക്കുന്നത്? അനിൻ നബയിൽ അദീം, അതൊരു വമ്പിച്ച പ്രശ്നമാണ്. കുഞ്ഞുള്ളാഹിന്റെ മോളെ വായിക്കുന്ന പ്രശ്നമല്ല, മമ്മൂക്കാന്റെ പൊരേന്റെ പ്രശ്നമല്ല, മൊയ്താജിന്റെ പീടി ഉൾക്കാടത്തിന്റെ പ്രശ്നമല്ല. അനിൻ നബയിൽ അദീം, ഒരു വമ്പിച്ച പ്രശ്നത്തിനെ സംബന്ധിച്ചാണ്. മരിച്ച് മണ്ണോട് മണ്ണ് ചേർന്നാൽ പിന്നെങ്ങനെ പുനർജന്മം? അനിൻ നബയിൽ അദീം, ഒരു വമ്പിച്ച പ്രശ്നത്തിനൊത്തുള്ള ജനങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. കല്ലാ സയഅലമൂൻ തുമ്മ കല്ലാ സയഅലമൂൻ. ഇങ്ങനെ ഒരു മരണാന്തര ജീവിതം ഉണ്ടാകുമെന്നുള്ളത് ഇൻഷാ അല്ലാഹ് പിറകെ മരിക്കുന്നതിന്റെ മുമ്പ് തന്നെ
മൂമിനായി മരിക്കുന്ന മനുഷ്യനാണെങ്കിൽ സ്വർഗീയ സുഖങ്ങളും സ്വർഗങ്ങളും അവന് അള്ളാഹു സക്രാത്തുൽ മൗത്തിന്റെ അവസരം കാണിക്കും. ആ സ്വർഗം കണ്ട് സന്തോഷ ചിരിയോടുകൂടി മരിക്കും. പഠിച്ചവനെ ഞങ്ങൾ ആ കൂടെ നീ ചേർത്ത് തരയണമേ അല്ലാ. ഇനി ഈമാനില്ലാതെ ചത്തുപോകുന്ന മനുഷ്യനാണെങ്കിൽ റൂഹ് പിരിയുന്നതിന്റെ മുൻപ് തന്നെ അവന്റെ പരലോകത്തിന്റെ ഭവനമാകുന്ന ജഹന്നമാകുന്ന നരകം അവന്റെ കണ്ണിൽ അള്ളാഹു തആല കാണിക്കും. ഇതൊക്കെ പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞ സംഗതിയാണ്. എന്തിനാണ് സംശയം? അള്ളാഹ്ക്കതിന് കഴിവില്ലേ? അലം നജിഅലിൽ അർള മിഹാദാ. ഈ ഭൂമി ലോകത്തിന് ജനങ്ങൾക്ക് ഓടാനും പോകാനും നടക്കാനും വാഹനമോടാനും വാഹനം ഭരിക്കാനും നിങ്ങൾക്ക് വീടുണ്ടാക്കാനും കടയുണ്ടാക്കാനും എല്ലാത്തിനും പറ്റുന്ന ഒരു വിരിപ്പ് പോലെ ഈ ഭൂമി ലോകത്തിന് അള്ളാഹു ആക്കി തന്നില്ലേ? വൽജിബാല ഔതാദാ. ഭൂമിക്ക് കുലുക്കമില്ലാതിരിക്കാൻ ഭൂമിന്റെ ഓരോ ഭാഗത്ത് ഹിമാലയ പർവ്വതം പോലത്തെ വലിയ പർവ്വതത്തിന് ആണിയാക്കി അള്ളാഹു നിർത്തിയില്ലേ? പിന്നെ ഭൂമിക്കൊരു അനക്കവും ഉണ്ടാവില്ല. തെങ്ങ് വീണാലും കുലുങ്ങൂല, പെലാവ് വീണാലും കുലുങ്ങൂല, എടുപ്പിട്ടാകെ 10 നിലയുള്ള എടുപ്പ് വീണാലും ഭൂമി അനങ്ങൂല. അതിന് പർവ്വതങ്ങളെ കൊണ്ട് ആണിയിട്ട് ഉറപ്പിച്ചിരിക്കുന്നു. നിങ്ങളെ ഇണകളായി നമ്മൾ പഠിച്ചില്ലേ? ചില പെണ്ണുങ്ങൾ ഗർഭിണിയായാൽ കുഞ്ഞനാണായിരിക്കും, ചില പെണ്ണുങ്ങൾ ഗർഭിണിയായാൽ കുഞ്ഞ പെണ്ണായിരിക്കും. ഇതൊക്കെ അള്ളാന്റെ സ്വന്തം കഴിവാണ്. ദുനിയാവിലെ എല്ലാ ഡോക്ടർമാരും ഒന്ന് ഒരുമിച്ചിട്ട് ആ കുട്ടീനെ പെണ്ണാക്കണം. അള്ളാഹ് ആണാക്കാൻ ഉദ്ദേശിച്ച കുട്ടി ആണയാകൂ, അല്ല പെണ്ണാക്കാൻ ഉദ്ദേശിച്ച കുട്ടി പെണ്ണയാകൂ. ലോകത്തുള്ള എല്ലാ ഡോക്ടർമാരും കണിഞ്ഞ് ശ്രമിച്ചാൽ പെൺകുട്ടീനെ ആൺകുട്ടിയാക്കാൻ കഴിയില്ല, ആൺകുട്ടീനെ പെൺകുട്ടിയാക്കാൻ കഴിയില്ല. വഖലഖനാകും അസ്വാദ. അള്ളയാകുന്ന ഞാൻ നിങ്ങളെ ഇണകളായി പഠിച്ചു. ഒന്നാണ് ഒന്ന് പെണ്ണ്, ആട് ഒന്ന് പെണ്ണ്, പൂച്ച ഒന്നാണ് ഒന്ന് പെണ്ണ്, പശു ഒന്നാണൊന്ന് പെണ്ണ്. എല്ലാ ജീവജാലങ്ങളെയും ഒന്നാണൊന്ന് പെണ്ണായി ഞാൻ പഠിച്ചില്ലേ? നിങ്ങൾ കടന്നുറങ്ങുന്ന ഉറക്ക് നിങ്ങളെ ശരീരത്തിന് നല്ല റാഹത്തുള്ള വസ്തുവാക്കിയില്ലേ? രാവിലെ ജോലിക്ക് പോയി വൈകുന്നേരം വരെ ജോലിയെടുത്ത് ഒരു വിശ്രമം ഉണ്ടായില്ല. വീട്ടിൽ വന്നു, ഭക്ഷണം കഴിച്ച് അയച്ചു നേരത്തിൽ ഉറങ്ങുന്ന അവിടെ തീരെ ക്ഷീണാൻ റാഹത്തായി തുറങ്ങി. അല്ല ബാങ്ക് കൊടുത്തല്ലോ, നിങ്ങൾ എണീക്കുന്നില്ല. എണീച്ച് നോക്കുമ്പോൾ നല്ല ഉന്മേഷം. ഉറക്കിന്റെ ഗുളിക കഴിച്ചിട്ട് ഉറങ്ങിയാൽ, ഉറക്ക് തെളിഞ്ഞാൽ ഉന്മേഷം കുറയും. ആ ഗുളിക തന്നെ 1 കഴിക്കേണ്ടവൻ 2 കഴിച്ചാൽ അപകടം വരെ സംഭവിക്കും. അള്ളാഹു നൽകുന്ന ഉറക്കുണ്ടല്ലോ, ആ കടന്നാൻ ഉറങ്ങിപ്പോന്ന ഉറക്ക്, ആ ഈ ഉറക്കൊണ്ട് ശരീരം ഉന്മേഷമല്ലാതെ സുഖമല്ലാതെ ഒരു തകരാറും ഉറക്കുകൊണ്ട് ഒരു മനുഷ്യനും ഉണ്ടാകൂല. വജഅൽനാ നൗമക്കും സുബാത. അല്ലാഹു തആല പറയും വജഅൽന അൽ-ലൈല ലിബാസാ. എല്ലാ ദിവസവും പകല് അള്ളാഹ് കണക്കാക്ക സമയം കഴിഞ്ഞാൽ പിന്നെ മോന്തിയാകുന്നു, സൂര്യൻ അസ്തമിക്കുന്നു, രാത്രിയാകുന്നു. രാത്രി ലിബാസാക്കി നിങ്ങളിങ്ങനെ കണ്ടോണ്ട് തന്നെ കോർക്ക് വരൂല. പശുവിനെ ഇങ്ങനെ ആട്ടിനെയും കാണുന്ന ആണിനെ എല്ലാം ഇങ്ങനെ കണ്ടോ കോർക്ക് വരൂല. അപ്പൊ ഉറക്ക് എന്ന സംഗതി നിങ്ങൾക്കൊരു ലിബാസ്. ഉറക്ക് കാണുക കൂടെ കാഴ്ച ഒന്നും കാണൂല, മനുഷ്യനെയും കാണൂല, ആടും കാണൂല, പയ്യും കാണൂല, വണ്ടിയും കാണൂല, ഒന്നും കാണൂല. നിങ്ങളെ ഉറക്കിനെ ഞാൻ നിങ്ങൾക്ക് നല്ല ഒരു റാഹത്തുള്ള വസ്തുവാക്കിയിരുന്നില്ലേ? വജഅൽന അൻ-നഹാറ മആശാ. പകലാകുന്ന വസ്തുവിന് ഞാൻ നിങ്ങൾക്ക് നിങ്ങളെ മഈശത്തിന് വേണ്ടി പോകാനും വരാനും പറ്റുന്ന ഒരു സാഹചര്യത്തിലുള്ള ഒന്നാക്കിയില്ല പകലിന്. ലോകത്തേതെങ്കിലും ഒരു വ്യക്തിക്ക് കഴിയുമോ? ഏതെങ്കിലും ഒരു മനുഷ്യന് കഴിയുമോ? ദേവനാണെന്ന് ഏതെങ്കിലും ദേവനെന്ത് കഴിയുമോ? രാത്രിനെ ഉണ്ടാക്കാൻ പകലിനെ ഉണ്ടാക്കാൻ അള്ളാഹു വെല്ലുവിളിക്കുക ഈ ലോകത്തുള്ള ആളുകളാ. നിങ്ങളെ മഈശത്തിന് വേണ്ടി പോകാനും വരാനും ഒക്കെ പറ്റുന്ന ഒരു സാഹചര്യത്തിൽ പകലിനെ ഞാൻ ആക്കി തന്നില്ലേ? വബനൈനാ ഫൗഖക്കും സബ്അൻ ശിദാദാ. എന്റെ യുവാക്കൾ ശ്രദ്ധിച്ചോളൂ. വജഅൽനാ ഫൗഖക്കും സബ്അൻ ശിദാദാ. നിങ്ങളെ മേലെ ആകാശം കാണുന്നില്ലേ? അതൊന്നല്ല,
ഒന്നാം ആകാശത്തിന്റെ കട്ടി 500 കൊല്ലത്തെ വൈദൂരമുണ്ട്. ഒന്നാം ആകാശത്തിന്റെ കട്ടി, അത് കഴിഞ്ഞാലാണ് രണ്ടാം ആകാശം. അതിനും അങ്ങനെ 500 കൊല്ലത്തെ വൈദൂരമുണ്ട്. അത് കഴിഞ്ഞാലാണ് മൂന്നാം ആകാശം. അള്ളാഹുവിന്റെ റസൂൽ ആകാശലോകത്ത് മുഴുവൻ പോയിരുന്നു. ആകാശലോകം അള്ളാഹുവിന്റെ റസൂൽ കണ്ടിരുന്നു. മിഅ്റാജിന്റെ രാത്രി അള്ളാഹു ഖുർആൻ നിങ്ങളെ മേൽപോട്ട് 1 അല്ല 2 അല്ല 3 അല്ല 4 അല്ല 5 അല്ല 7 ആകാശങ്ങളെ നിങ്ങളെ മേൽഭാഗത്ത് ഞാൻ പടച്ചു തന്നില്ലേ? ഇതെങ്കിലും ഒരു മനുഷ്യന്, ഏതെങ്കിലും ഒരു വ്യക്തിക്ക്, ഏതെങ്കിലും ഒരു സംഗതി കൊണ്ട് ആകാശത്തിന് ഉണ്ടാക്കാൻ കഴിയുമോ? വജഅൽനാ സിറാജൻ വഹാജാ. ഏത് കൂരിരുളിനെയും പ്രകാശം കൊണ്ട് കീറിക്കടക്കുന്ന സൂര്യഗോളമാകുന്ന വസ്തുവിനെ ഞാൻ നിങ്ങൾക്ക് നല്ലൊരു വിളക്കാക്കി തന്നില്ലേ? അസ്തമിക്കർ നല്ല പ്രകാശം അനുഭവിക്കുന്നവരല്ലേ ഞാനും നിങ്ങളും? മുഅ്മിനീങ്ങളല്ലാത്തവർ പല ദേവന്മാരെയും ആരാധിക്കുന്നവരാണ്. എന്ന് അവരോട് നിഷ്പക്ഷമായി ചോദിച്ചാൽ ഇതിനെ സൃഷ്ടിക്കുന്നത് പടച്ചോൻ തന്നെയാണ്. അതൊരു ദേവനും ദേവിയും ഒന്നല്ല. ഈ ദേവനും ദേവിയും ഉണ്ടാകുന്നതിന് മുമ്പുണ്ടല്ല സൂര്യൻ, മുമ്പുണ്ടല്ല ആകാശം, മുമ്പുണ്ടല്ല ഭൂമി. അതിന്റെ ശേഷമല്ല ഇതൊക്കെ പടച്ചത്. മനുഷ്യനും മറ്റു സാധനങ്ങളും ഒക്കെ പടച്ചത്. ഇതിനെ പടക്കുന്നതിന്റെ മുമ്പ് തന്നെ ആകാശവും ഭൂമിയും ഇല്ലേ? അതൊരു മനുഷ്യന്റെ സൃഷ്ടിയാണെന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? വജഅൽനാ സിറാജൻ വഹാജാ. ശോഭ കൊണ്ട് പ്രകാശിക്കുന്ന നല്ലൊരു വിളക്കാകുന്ന സൂര്യനെ ഞാൻ നിങ്ങൾക്കാക്കി തന്നില്ലേ? കാർമേഘത്തിൽ മാൻ സജ്ജാജ, കുത്തിച്ചെരിയുന്ന മഴ ഞാൻ നിങ്ങൾക്ക് പെയ്യിപ്പിച്ച് തന്നില്ലേ? ലോകമൊട്ടാകെ കെണിഞ്ഞ് പരിശ്രമിച്ചാൽ ഒരു മഴ പെയ്യിപ്പിക്കാൻ കഴിയുമോ? മുസ്ലിമീങ്ങൾക്ക് കഴിയുമോ? അമുസ്ലിമീങ്ങൾക്ക് കഴിയുമോ മഴ പെയ്യിപ്പിക്കാൻ? അഫറഅയ്തുമുൽ മാല്ലദീ തശ്റബൂൻ. നിങ്ങൾ കുടിക്കുന്ന വെള്ളമില്ലേ മനുഷ്യരെ? അന്തും അൻസൽതും മിനൽ മുസ്ൻ. കാർമേഘ നാം മഴയെ നിങ്ങൾക്കൊന്ന് ഭൂമിയിലേക്ക് വർഷിപ്പിക്കാൻ കഴിയുമോ? അം നഹ്നുൽ മുൻശിഊൻ. അതല്ല ഞങ്ങൾക്കാണ് അതുണ്ടാക്കാൻ കഴിയുക. അന്തും അൻസൽതും മിനൽ മുസ്ൻ. ആകാശത്തിന്റെ അടുത്തുള്ള കാർമേഘത്തിൽ നിന്ന മഴ ദുന്യാവിലേക്ക് പെയ്യിപ്പിക്കാൻ നിങ്ങൾക്ക് കഴിയുമോ? അതല്ല ഞങ്ങളാണോ ആ മഴ പെയ്യിപ്പിക്കുന്നത്? ലോകത്തിന് മറുപടി പറയാൻ കഴിയില്ല. ഞങ്ങൾ മഴ പെയ്യിപ്പിക്കാം, ഞങ്ങൾ സൂര്യനെ ഉദിപ്പിക്കാം, ഞങ്ങൾ നിലാവിനെ ഉദിപ്പിക്കാം. മുസ്ലിം ആവട്ടെ ഹിന്ദു ആവട്ടെ, ഒരാൾക്കും അതിന് ഒരു എതിര് ന്യായം പറയാനുള്ള താക്കത്ത് അല്ലാഹു തആല കൊടുത്തിട്ടില്ല. എന്തിനെ മഴ പെയ്യിപ്പിക്കുന്നു? പലജാതി വിത്തുകളെ, പലജാതി സസ്യങ്ങളെ, പലജാതി തോട്ടങ്ങളെ, ഇതൊക്കെ ദുന്യാവിൽ അത് വളർത്താൻ വേണ്ടി, അത് ദുന്യാവിൽ പൊടിച്ചുയരാൻ വേണ്ടി മഴയെ നമ്മൾ വർഷിപ്പിച്ചില്ലേ? ഇതൊക്കെ എന്റെ കഴിവ് മാത്രമല്ലേ? ഇങ്ങനത്തെ എനിക്ക് മറ്റൊരു കഴിവുണ്ട് കേട്ടോ. ഇന്ന യൗമൽ ഫസ്ലി മീഖാന മീഖാതാ. ലോകത്തുള്ള സർവചരാചരങ്ങളും മരിച്ചതിന്റെ ശേഷം, നശിച്ചതിന്റെ ശേഷം ഒരു പുനർജന്മം ഉണ്ടാക്കിയിട്ട് മനുഷ്യരെയും ജിന്നുകളെയും മലക്കുകളെയും ഹിസാബെടുക്കപ്പെടേണ്ട സർവചരാചരങ്ങളെയും രണ്ടാമതൊന്ന് ഹയാത്താക്കി മഹ്ശറാ ലോകത്തേക്ക് കൊണ്ടുവരും. അതിനുള്ള കഴിവ് എനിക്കുണ്ട്. യൗമ യുൻഫഖു ഫിസ്സൂരി ഫതഅ്തൂന അഫ്വാജാ. ലോകാവസാനം അടുത്താൽ ഇസ്രാഫീൽ അലൈഹിസ്സലാം മലക്കിനോട് സൂർ എന്നൊരു ഉപകരണത്തിൽ ഊതാൻ കൽപ്പിക്കും. ഒന്നാമത്തെ ഊത്തോടുകൂടി ഒരഖില ലോക ഭൂചലനം, ഒരു കൊടുങ്കാറ്റ് ഇവിടെ സംഭവിക്കും കേട്ടോ. ഒരു ഭൂചലനം ഇവിടെ സംഭവിക്കും കേട്ടോ. അതോടുകൂടി എല്ലാ സാധനങ്ങളും നശിക്കും, എല്ലാ സാധനങ്ങളും മരിക്കും. ഇത് വിശ്വസിക്കണം കേട്ടോ. മണ്ണോട് മണ്ണ് ചേർന്നാൽ പിന്നെങ്ങനെ മനുഷ്യനുണ്ടാകുക? കത്തിച്ച് വെണ്ണീറാക്കിയാൽ പിന്നെങ്ങനെ മനുഷ്യനുണ്ടാകുക? ഈ സംശയം വേണ്ട മോനെ. നീ ആദ്യം എങ്ങനെ ഉണ്ടായി? വസ്സമായി വത്താരിഖ്.
അന്നജ്മു സാഖിബ് ഇൻ കുല്ലു നഫ്സിൻ ലമ്മാ അലൈഹാ ഹാഫിൽ. ആകാശലോകത്തിനെ തന്നെയാണ് സത്യം. ഒരു ഗൗരവമുള്ള പ്രശ്നം ഖുർആനിൽ കൂടി അള്ളാഹ് അവതരിപ്പിക്കുമ്പോൾ സത്യം ചെയ്തുകൊണ്ടാണ് പറയാറ് പതിവ്. ലോകാവസാനത്തിനെ സംബന്ധിച്ച് അള്ളാഹു ഖുർആനിൽ പറയുന്നു, വസ്സമായി, ആകാശലോകത്തിനെ തന്നെയാണ് സത്യം. ഏതുരുളയും കീറിക്കടക്കുന്ന പ്രകാശിക്കുന്ന നക്ഷത്രഗോളത്തിനെ തന്നെയാണ് സത്യം. ഇൻകുല്ലു നഫ്സിൻ ലമ്മാ അലൈഹാ ഹാഫിദ്. ഓരോ മനുഷ്യനും ചെയ്യുന്ന നന്മകളാകട്ടെ തിന്മകളാകട്ടെ അതൊക്കെ വളരെ കൃത്യമായി റിക്കാർഡാക്കുന്ന മലക്കുകൾ അല്ലാഹു തആല നിയമിച്ചിരിക്കുന്നു. അങ്ങനെ മലക്കുകളെ നിയമിച്ചിട്ട് എന്താ ഉസ്താദേ, ലോകാവസ്ഥാനത്തോടെല്ലാം തീർന്നില്ലേ? എല്ലാം തീർന്നാലും സഹോദരൻ, രണ്ടാമതൊരു പുനർജന്മമുണ്ട്. ഉള്ളതെന്നും ഉള്ളതല്ല, ഉള്ളതിന് നാശമില്ല, ഉള്ളതിന്റെ ഉള്ളതായിട്ടൊരുള്ളതുണ്ട് എന്ന. അതെന്തെന്ന? മനുഷ്യന്റെ ആത്മാവ് നശിക്കൂല, റൂഹ് നശിക്കൂല. യുവാക്കളെ, വിദ്യാർത്ഥിനികളെ, ലോകമെല്ലാം അവസാനിച്ചാലും ആത്മാവിന് നശിപ്പില്ല. ثمانية حكم البقاء عمها من الخلق والباقون في هيز الأدمي كل من عليها فان. الله പറഞ്ഞു എല്ലാം നശിക്കും, മരിക്കും. എന്നാൽ ഇസ്രാഫിലിന്റെ ഊത്തുകൊണ്ട് 8 സംഗതി നശിക്കൂല, ബാക്കിയെല്ലാം നശിക്കും. ഹിയൽ അർശു വൽ കുർസിയു നാറും വജന്നത്തു വാജിബും വഅർവാഹുൻ കദൽ ലൗഹു വൽ ഖലമു. 8 വസ്തു നശിക്കൂല. അതിൽപ്പെട്ട ഒന്നാണ് റൂഹ്. ആത്മാവ് നശിക്കൂല, റൂഹ് നശിക്കൂല. ആണുങ്ങളെ, പെണ്ണുങ്ങളെ, യുവാക്കളെ, യുവതികളെ, ആത്മാവ് നശിക്കൂല. ആത്മാവാണ് യഥാർത്ഥ മനുഷ്യൻ. ഉള്ളതെന്നും ഉള്ളതല്ല. ഈ ദുനിയാവിലുള്ള ഈ സാധനം എന്നും ഉള്ളതാവൂല. എന്നുമുള്ള ഒന്നുണ്ട്, ഉള്ളതിന്റെ നാശമില്ല. എന്നുമുള്ളത് മനുഷ്യൻ റൂഹാണ്, അതിന് നാശമില്ല. എന്താ മൊയിലാറ റൂഹ്? എന്താ നബിയെ റൂഹ്? പള്ളിയിലെ മുദരിസ റൂഹ് എന്താ? മുസ്തഫ നബിയെ, എന്താണ് ഈ ആത്മാവ് എന്ന് ജനങ്ങളോട് ചോദിച്ചാൽ അതിനൊറ്റ മറുപടിയേ ഉള്ളൂ, റൂഹ് മിൻ അംരി റബ്ബി. ആത്മാവ് എന്താണെന്ന് ആരോടും ചോദിക്കണ്ട. അത് റബ്ബിന്റെ ഒരു സ്പെഷ്യൽ കാര്യമാണ്. റൂഹ് റബ്ബിന്റെ ഒരു സ്പെഷ്യൽ കാര്യമാണ്. കിഡ്നി മാറ്റിവെക്കുന്ന കാലം, ലിവർ മാറ്റിവെക്കുന്ന കാലം, ഡയാലിസിങ് ചെയ്യുന്ന കാലം, ഇത്രയും ചികിത്സന്റെ വിഷയത്തിൽ പുരോഗമനത്തിലെത്ത ഈ കാലത്ത് ദുനിയാവിലുള്ള എല്ലാ ഡോക്ടർമാരെയും ഒന്നിച്ചിരുത്തിയിട്ട് മനുഷ്യൻ റൂഹ് ശരീരത്തിൽ എവിടെയാണെന്ന് ചോദിച്ചാൽ ഡോക്ടർക്ക് മറുപടി ചെയ്യാൻ കിട്ടൂല, ഒരു പ്രകൃതിവാദിക്ക് മറുപടി പറയാൻ കിട്ടൂല, ഒരു തത്വചിന്തകന് മറുപടി പറയാൻ കിട്ടൂല. ഖുർആൻ തീർത്ത് പറഞ്ഞ റൂഹ്, ആത്മാവ് എന്താണെന്ന് നബിയെ തങ്ങളോട് ഖുൽ, അതിനൊറ്റ മറുപടി റൂഹ് എന്ന റബ്ബിന്റെ സ്പെഷ്യൽ കാര്യം. ഈ ലോകത്തിന് സൃഷ്ടാവുണ്ടെന്ന് ലോകം എന്നും മനസ്സിലാക്കാൻ ആര് ചിന്തിച്ചാലും പിടുത്തം കിട്ടാത്ത വസ്തു അള്ളാഹു വെച്ചിട്ടുണ്ട്. അതിൽപ്പെട്ട ഒന്നാണ് ആത്മാവ്. അവശിഷ്ടങ്ങളൊക്കെ ഏകീകരിപ്പിച്ചിട്ട് സക്കറാത്തുൽ മൗത്തിൽ ഈ നീക്കിയ റൂഹ് മുസ്ലിമിന്റെ ഒരു സ്ഥലത്ത് നിക്ഷേപിക്കും, അമുസ്ലിമിന്റെ ഒരു സ്ഥലത്ത് നിക്ഷേപിക്കും. ഇസ്രാഫിൽ ഒന്നാമത്തെ ഊത്തുകൊണ്ട് സർവചരാരങ്ങളും നശിക്കും, മരിക്കും. സർവവസ്തുക്കളും മരിക്കും, നശിക്കും. ലാസ്റ്റ് ഇസ്രാഫീലും നശിക്കും, അസ്രായിലും നശിക്കും, എല്ലാവരും നശിക്കും. ഇസ്രാഫിനെ ഹയാത്താക്കി രണ്ടാമത് സൂറുദാൻ കൽപ്പിച്ചാൽ രണ്ടാമതെല്ലാം ഹയാത്താക്കും. അതാണ് പുനർജന്മം, അതാണ് പുനർജന്മം. ഒന്നാമത്തെ ഊത്തുകൊണ്ട് നശിച്ചതിൽ ആത്മാവ് പെട്ടിട്ടില്ല. അത് പ്രത്യേകം അല്ല സൂക്ഷിച്ചിരിക്കുക, അല്ല മാത്രമേ അതറിയൂ. അതിന്റെ ഹോൾ തേടിയാണ്, അതെവിടെയാണ്, അതെന്താണ്, അല്ല മാത്രം വരുന്ന ഒരു വസ്തുവാണ്. ശരീരം ഏത് രൂപത്തിൽ രൂപാന്തരപ്പെട്ടാലും യഥാർത്ഥ മനുഷ്യൻ എന്ന് പറയുന്ന മനുഷ്യന്റെ റൂഹാണ്. ജമ്മുൽ ജവാമി എന്നൊരു കിതാബ്, അതിന്റെ വിശാലമായ ചർച്ച. അനന്റെ മുഅബ്ബർ എന്ന് എന്താണ്? ഞാൻ എന്ന് പറയുന്നത് എന്തിനെ കൊണ്ടാ?
കൈ കൊണ്ടാ കൈയില്ലാത്തവരും ഞാനെന്ന് പറയാ, കണ്ണുകൊണ്ടാ കണ്ണില്ലാത്തവരും ഞാനെന്ന് പറയാ, കാലുകൊണ്ടാ കാലില്ലാത്തവനും ഞാനെന്ന് പറയാ, മുല കൊണ്ടാ മുലയില്ലാത്തവർക്കും ഞാനെന്ന് പറയാ. ഞാൻ തിന്ന്, ഞാൻ കുടിച്ച്, ഞാൻ പോയി, ഞാൻ വന്ന്, ഈ ഞാൻ എന്ന് എന്തിനെ കൊണ്ടാ? ചിന്തിച്ചോ യുവതി യുവാക്കൾ, ചിന്തിച്ചോ. ഖുർആൻ നിങ്ങൾ സ്വന്തം തടിയിലൊന്ന് ആലോചിക്കും, എന്നാൽ എത്തേണ്ടത് നിങ്ങൾ എത്തും. അതൊന്നും വേണ്ട, സ്വന്തം തടിയിലും ചിന്തിക്കും. റൂഹ്, ആത്മാവ് എന്താണ്? റബ്ബിന്റെ ഒരു സ്പെഷ്യൽ കാര്യമാണ്. ഈ ലോകത്തിനൊരു സ്രഷ്ടാവുണ്ട്, ലോകനാഥനുണ്ട്, ഒരു പടച്ചോനുണ്ട് എന്ന് പടപ്പുകൾക്ക് മനസ്സിലാക്കാൻ പലതും വെച്ചതിൽ ഒന്നാണ് ആത്മാവ്. വെള്ളപ്പാണ്ട് രോഗം ഞാൻ ശിഫിയാക്കും, ജന്മനാളുള്ള കുരുൾ ശിഫിയാക്കും. ഇതെല്ലാം അമ്പിയാക്കന്മാരും മൊയ്സത്താണെങ്കിലും പ്രിയപ്പെട്ടവര്, റൂഹ് എന്താണ് എന്ന് ഒരു നബിക്കും അല്ലാഹു മനസ്സിലാക്കി കൊടുത്തിട്ടില്ല. റൂഹ് എന്താണ്, ആൽപ്പ് എന്താണ്? ശരീരം ഏത് രൂപത്തിൽ രൂപാന്തരപ്പെട്ടാലും അതൊക്കെ ഏകീകരിപ്പിച്ചിട്ട് സക്കറാത്തിൽ നീക്കിയ റൂഹ് ഇങ്ങെടുത്തു വെക്കുമ്പോൾ, അള്ള വെപ്പിക്കുമ്പോൾ, ഇബ്രാഹിം മുസ്ലിയാറായി, നബീസുമായി, ആചാരായി, മൊയിലാറായി രംഗത്ത് വരും. പല സ്ഥലത്തും പരിശുദ്ധ ഖുർആനിൽ മനുഷ്യന്റെ ഉഖറവിയ ജീവിതത്തെ സംബന്ധിച്ച് വിവരിക്കുന്നുണ്ട് കേട്ടോ. അതിലൊന്നും ഇന്ന് അത്രമാത്രം ഒരു ഉള്ളുകളുടെ വിശ്വാസം ഇന്നത്തെ യുവാക്കൾക്കും നമ്മൾ പോലത്തേക്കും ഇല്ല. ഉണ്ടാവണം കേട്ടോ. റസൂലുള്ളാഹിക്കുണ്ടായിരുന്നു, അംബിയാ മുർസലുകൾക്കുണ്ടായിരുന്നു, ഔലിയാക്കന്മാർക്കും ആരിഫീങ്ങൾക്കും ഉണ്ടായിരുന്നു. ഇന്നുള്ള യുവതലമുറക്ക് ഒരു പരലോകത്തിന്റെ ചിന്താഗതി, മൗത്തിന്റെ ശേഷമുള്ള സംഭവങ്ങളെപ്പറ്റി ഒരാലോചന ഇല്ലാതിരിക്കുന്ന ഒരു കാലമായിപ്പോയി. ആരോട് പറയാനാണ്? കുന്തു നഹൈതുക്കും അൻ സിയാറത്തുൽ ഖുബൂർ ഫസൂറുഹാ. വല്ല മുജാഹിദിന്റെ ആശയക്കാർ സദസ്സിലുണ്ടെങ്കിൽ, ജമാഅത്തെ ഇസ്ലാമിയുടെ ആശയക്കാരുണ്ടെങ്കിൽ, എന്റെ മുത്തു സുഹൃത്തേ, ഈ സംഗതി ഒന്ന് ചിന്തിച്ചോ. അള്ളാന്റെ റസൂലാണ് ഈ പറയുന്നത്. ജനങ്ങളെ ഈമാൻ പൂർണ്ണമാകുന്നതിന്റെ മുൻപ് പല തെറ്റിദ്ധാരണകൾക്ക് വരാനിടയുള്ളത് കൊണ്ട് കുന്തു നഹൈതുക്കും അൻ സിയാറത്തുൽ ഖുബൂർ, ഞാൻ നിങ്ങളോട് ഖബർ സിയാറത്ത് നിരോധിച്ചിരുന്നു. ആ നിരോധിക്കാൻ ചില കാരണങ്ങളെല്ലാം ഇപ്പൊ അടുത്ത് ഇന്നൊരു മന്നാന്തുള്ള മുസ്ലിം ആളുകളല്ലേ. അതുകൊണ്ട് ഈ വിഷയം തന്നിലൊന്ന് ഉറക്കാൻ വേണ്ടി ഖബർ സിയാറത്തിന് പോകണ്ട എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു. പക്ഷെ ആ കാരണങ്ങൾ ഇനിയില്ല. അതുകൊണ്ട് ഫസൂറുഹ, നിങ്ങൾ ഖബർ സിയാറത്ത് ചെയ്യൂ. മരിച്ചിട്ടുള്ള മനുഷ്യന്മാരെ ഖബറടക്കിയാൽ ആ ഖബറിന്റെ അടുത്തൊന്ന് പോകൂ, നിങ്ങൾ സിയാറത്താക്കൂ. ഖബർ സിയാറത്തിന് പോയാൽ എന്റെ യുവാക്കളെ, നിങ്ങൾ ആ ഖബർ കാണുമ്പോൾ തന്നെ അസ്സലാമു അലൈക്കും ദാറ ഖൗമിൻ മുഅ്മിനീൻ വ ഇന്നാ ഇൻഷാ അല്ലാഹു ബിക്കും ലാഹിഖൂൻ എന്ന് പറയണേ. അതുകൊണ്ട് പറഞ്ഞു നോക്ക്, അസ്സലാമു അലൈക്കും ദാറ മുഅ്മിനീൻ വ ഇന്നാ ഇൻഷാ അല്ലാഹു ബിക്കും ലാഹിഖൂൻ. മുസ്ലിമീങ്ങൾക്കുള്ള ഭവനങ്ങളിൽ താമസിക്കുന്നവരെ അല്ലാഹു നിങ്ങളെ രക്ഷപ്പെടുത്തട്ടെ. വ ഇന്നാ ഇൻഷാ അല്ലാഹു ബിക്കും ലാഹിഖൂൻ. അല്ലാഹുവിന്റെ മശിയത്ത് ഉണ്ടെങ്കിൽ നിങ്ങളോട് കൂടെ ഞങ്ങൾ ഇവിടെത്തും. ഗൾഫിൽ നിന്ന് മരിച്ച് ആടിയ ഞങ്ങൾ ഇവിടെ എത്തൂലാലോ. ഉമ്മർക്ക് പേരെ മക്കത്ത് മരിച്ചതാ, മക്കത്ത് കബറടക്കം പറമ്പിലുള്ള എടുത്തൂലാലോ. അതാ വൈന്ന ഇൻഷാ അല്ലാഹ് അള്ളാന്റെ മശീയത്ത് ഉണ്ടെങ്കിൽ ഇവിടുന്നാണ് മരിച്ചതെങ്കിൽ ഉപ്പാന്റെ കബറിന്റെ കൂടെ ഞാനും എത്തുവേ, മറിയത്തിന്റെ കബറിന്റെ കൂടെ ഞാനും എത്തുവേ. ഖബർ സിയാറത്ത് എന്ന് സലാം ചെല്ലണം. മോളെ ആയിഷ ബീബി ചോദിച്ചു, അള്ളാന്റെ റസൂലെ, ഞങ്ങളൊരു ഖബറിന്റെ അടുത്ത് കൂടി പോവുകയാണെങ്കിൽ ഞങ്ങൾക്ക് ഇത് ബാധകമാണോ? ഖബർ സിയാറത്ത് സംഗതി പെണ്ണുങ്ങൾക്ക് ശറയിൽ സുന്നത്തല്ല. ഇല്ലാ ഖബർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹിന്റെ ഖബർ ഒഴികെ. റസൂലുള്ളാഹിന്റെ ഖബർ ആണിനും ചെറിയ പെണ്ണിനും, ചെറിയവനും വലിയവനും, മുഞ്ചുള്ളവൾക്കും അല്ലാത്തവൾക്കും എല്ലാവർക്കും സുന്നത്താണ് റസൂലുള്ളാഹിന്റെ ഖബർ സിയാറത്ത്. അത് ഖബർ സിയാറത്തായിക്കോളൂ. മറ്റൊരു സാധാരണക്കാരന്റെ ഖബർ
പെണ്ണുങ്ങൾക്ക് സിയാറത്ത് സുന്നത്തില്ല എന്ന് മാത്രം. അഥവാ ഒരു പെണ്ണുങ്ങളങ്ങ് സിയാറത്താക്കിവിടുന്ന അത് ആയിഷ ചോദിക്കല്, ഞങ്ങൾ എപ്പോഴെങ്കിലും ഖബറിന്റെ അടുത്തുകൂടി പോകുമ്പോ ഞങ്ങൾക്ക് ഇത് ബാധകാണോ? അപ്പോഴാണ് പ്രിയപ്പെട്ട സഹോദരിമാരെ അള്ളാഹുവിന്റെ റസൂൽ ഭാര്യയോട് പറയുന്ന കൂലി. ആയിഷാന്റെ മുത്ത് പറയണം, ഖബർ കാണുന്ന അവസരം ഒരു മുസ്ലിമായ ആണിന്റെയോ പെണ്ണിന്റെയോ ഖബർ കാണും കൂലി എന്ന മുത്ത് ബി പറയണേ, അസ്സലാമു അലൈക്കും ദാറ ഖൗമിൻ മുഅ്മിനീൻ വഇന്നാ ഇൻഷാ അല്ലാഹു ബിക്കും ലാഹിഖൂൻ. അല്ലാഹുവിന്റെ റസൂൽ കുന്തു നഹൈതുക്കും അൻ സിയാറത്തുൽ ഖുബൂർ, ഖബർ സിയാറത്തിനെ പറ്റി ഞാൻ ഒരു അവസരത്തിൽ നിങ്ങളൊരു വിരോധിച്ചിരുന്നു. അത് ചില്ലറ അല്ലറ കാരണത്തിന് നിരോധിച്ചതാണ്. ആ കാരണം ദുനിയാവില്ല ഇനി. അതുകൊണ്ട് ഫസൂറുഹാ, നിങ്ങൾ ഖബർ സിയാറത്താക്കൂ. ഫൈനഹാ തുദക്കിറുൽ ആഖിറ. എന്റെ യുവാക്കളെ ശ്രദ്ധിക്കണേ, എന്റെ യുവാക്കളെ ശ്രദ്ധിക്കണേ, ഈ പുരുഷന്മാർ ശ്രദ്ധിക്കണേ. അല്ലാഹുവിന്റെ റസൂലാണ് ഈ പറയുന്നത്. ഫൈനഹാ തുദക്കിറുൽ ആഖിറ, നിങ്ങൾക്ക് ആഖിറത്തിന്റെ ഓർമ്മതയെ വരുത്തും, ആഖിറത്തിന്റെ ഓർമ്മതയെ വരുത്തും, ആഖിറത്തിന്റെ ഓർമ്മതയെ വരുത്തും. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങൾ റസൂലുള്ളാഹിന്റെ മകളെ ഭർത്താവാണ്. ഒരു മകള് മൗത്തായി പോയപ്പോൾ മറ്റൊരു മകളെ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ വീണ്ടും റസൂലുള്ള കല്യാണം ചെയ്തു കൊടുത്തു. അതുകൊണ്ട് ദുന്നൂറൈൻ, രണ്ട് ഒളിവിന്റെ ഉടമ എന്ന് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങൾക്ക് പേര് പറയുന്നത്. മദീന മുനവ്വറയിൽ ഖബർ സിയാറത്തിന് പോയാൽ പുരുഷന്മാർക്ക് അവിടെ അനുവാദമുണ്ട് ഖബർ സിയാറത്താക്കാൻ. പെണ്ണുങ്ങൾക്ക് ആ മഖബറിന്റെ ഉള്ളിൽ കടന്നുകൂടാ. എങ്കിലും അതിന്റെ പുറത്ത് കണ്ണതിൽ കെട്ടിയിട്ടുണ്ട്. രണ്ട് ഭാഗത്ത് പോയി നിന്നാൽ ഖബറൊക്കെ കാണിച്ചു കൊടുത്തുകൊണ്ട് സലാം പറയിപ്പിച്ചു കൊടുത്തായിരിക്കാം. ഞങ്ങൾ ഈ റബീഉൽ അവ്വൽ മാസത്തിൽ 130ഓളം ആളുകൾ ഉണ്ടായിരുന്നു. ഖബറൊക്കെ കാണുന്ന ഒരു സ്ഥലത്ത് സഹോദരിമാരെ കൊണ്ടുപോയി നിർത്തിയിട്ട് ആ കാണുന്ന ഉസ്മാൻ ഇബ്നു അഫ്ഫാന്റെ ഖബറാണ്, ആ കാണുന്ന ഇബ്രാഹിം എന്ന മുത്തുമോന്റെ ഖബറാണ്, ആ കാണുന്ന റസൂലുള്ളാഹിന്റെ ഭാര്യമാരെ ഖബറാണ്, ആ കാണുന്നത് ഫാത്തിമ ബീവിന്റെ ഖബറാണ്. ഇതൊക്കെ ഞങ്ങൾ കാണിച്ചു കൊടുത്തിട്ടുണ്ട്. എനിക്കും നിങ്ങൾക്കും അല്ലാഹു തആല തൗഫീഖ് ചെയ്യട്ടെ. അല്ലാഹുവിന്റെ റസൂൽ വന്ന് കുന്തു നഹൈതുകും അൻ സിയാറത്തുൽ ഖുബൂർ ഫസൂറുഹാ, നിങ്ങൾ ഖബർ സിയാറത്ത് ചെയ്തോളൂ. ഫഇന്നഹാ തുദക്കിറുൽ ആഖിറ, അത് ആഖിറത്തിന്റെ ഓർമ്മ വരുത്തും ഖബർ സിയാറത്താക്കിയാൽ. എന്റെ പ്രിയപ്പെട്ട സ്നേഹിത ഹാബിയെ, അതല്ലെങ്കിലും ജമാഅത്തുകാരാ, അത് ചെയ്ത കേട്ടോ. അള്ളാഹുവിന്റെ റസൂലായി പറഞ്ഞു. ഞാനത് വിരോധിക്കാനൊരു കാരണമുണ്ടായതിന്റെ വിരോധിച്ചതായിരുന്നു. ആ കാരണം ഇല്ല, നിങ്ങൾ ഖബർ സിയാറത്താക്കിക്കോളൂ. ഫൈനഹാ തുദക്കിറുൽ ആഖിറ, ആഖിറത്തിന്റെ ഓർമ്മത ശരിക്കും ഉറപ്പല്ലേ? ഇന്ന് തന്നെ ഞാൻ മരിച്ചാൽ നാളെ ഈ നേരത്ത് ഖബറിലായിരിക്കും ഞാൻ. മറ്റന്നാങ്ങൾ എന്റെ ഖബറിന്റെ അസ്സലാമു അലൈക്കും നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവില്ലേ? എന്തൊക്കെ സംഗതി മെനാ നമുക്ക് പറഞ്ഞു തന്നിക്ക് ചിരിക്കുവാനുള്ളോ കരിയാനുള്ളോ ഒക്കെ. അങ്ങനത്തെ ഇബ്രാഹിം ഉണ്ടായിപ്പോയില്ലേ മോനെ? അതിന്റെ പ്രിയപ്പെട്ട ഭാര്യ ഭരിച്ചു ആ ഖബറിന്റെ അടുത്ത് പോയി അസ്സലാമു അലൈക്കും യാ അഹ്ലൽ ഖുബൂർ എന്ന് പറയുമ്പോ നീയും നിന്റെ ഭാര്യയുമായി ഒന്നിച്ച് കടന്നതും ഉറങ്ങിയത് സുഖിച്ചതുമല്ല ഒന്നൊന്നായി നിന്റെ മനസ്സിൽ വരുമ്പോൾ നിന്റെ മനസ്സിൽ എത്ര അലിവുണ്ടാകും സഹോദര. ഒന്നോർത്തു നോക്കൂ, ചിന്തിച്ചു നോക്കൂ. നിന്റെ പ്രിയപ്പെട്ട 24 വയസ്സിലൊരു മുത്തുമോൻ മരിച്ചിട്ട് പറമ്പിലെപ്പഴെ കൊണ്ടുപോയി ഖബറടക്കി അടുത്ത വെള്ളിയാഴ്ച സിയാറത്ത് നീ പോകുന്ന ഖബറിന്റെ അടുത്ത് നിൽക്കുന്നു. അസ്സലാമു അലൈക്കും യാ ബുനയ്യ, കുഞ്ഞുമോനെ അസ്സലാമു അലൈക്കും എന്ന് നീ സലാം പറയുമ്പോൾ നിന്റെ മനസ്സ് പൊട്ടൂല സഹോദര. ഇതാണ് അല്ലാഹുവിന്റെ റസൂൽ, നിങ്ങൾ സൂറുഹാ, മരിച്ചവർ ഖബർ സിയാറത്ത് ചെയ്യണം. ഫൈനഹാ തുദക്കിറുൽ ആഖിറ, അത് ആഖിറത്തിന്റെ ഓർമ്മ വരുത്തുന്ന സംഗതിയാണ്. പ്രിയപ്പെട്ടവരെ, ഒരുപാട് സൂറത്തിൽ മരണാനന്തര ജീവിതത്തെ സംബന്ധിച്ച് പരിശുദ്ധ ഖുർആനിലുണ്ട്. അത് പറയാൻ ഇനി ടൈമില്ല കേട്ടോ. നാളെ മറ്റൊരു വിഷയമാണ്. വസ്സമായി വത്താരിഖ് അന്നജ്മു സാഖിബ് ഇൻ കുല്ലു നഫ്സിൽ ലമ്മാ അലൈഹാ. സത്യം ചെയ്തുകൊണ്ടാണ് ഗൗരവമായ പ്രശ്നങ്ങൾ ഖുർആനിൽ വിവരിക്കുന്നത്. അല്ലാഹു സത്യം ചെയ്തുകൊണ്ടാണ്. ആകാശ ലോകത്തിന് തന്നെയാണ് സത്യം. വത്താരിഖ്, മിന്നിത്തിളങ്ങുന്ന ഏത് കൂരിരുട്ടിനെയും പ്രകാശം കൊണ്ട് കീറിക്കിടക്കുന്ന നക്ഷത്രഗോളങ്ങളെ തന്നെയാണ് സത്യം എന്ന് പറഞ്ഞിട്ട് പിന്നെ പറയുന്നു നിങ്ങൾക്കൊരു മരണാനന്തര ജീവിതമാണ്. അതെങ്ങനെ മരണജീവിതം? മരിച്ച് മണ്ണോട് മണ്ണ് ചേർന്നാൽ പിന്നെ മനസ്സിനുണ്ടാവുമോ? വേറൊരു മനസ്സിനുണ്ടാക്കില്ല എന്നെ ശിക്ഷിക്കണമേ രക്ഷിക്കണം എന്നൊന്നും തോന്നല്ല മോനെ. ഫല്യൻദുരിൽ ഇൻസാൻ, ഓരോ മനുഷ്യനും ഒന്ന് ചിന്തിക്കട്ടെ. മിമ്മ ഖുലിഖ, ഇങ്ങനെ നിന്നെ ആദ്യം സൃഷ്ടിക്കപ്പെട്ടു എന്ന്.
ഒരാശാരിക്ക് ഒരു മേശയുണ്ടാക്കാൻ ആദ്യം ഒരു പ്രയാസം ഉണ്ടാകും. 1 or 2 മേശ ഉണ്ടാക്കിയാൽ ആ പ്രയാസം കഴിഞ്ഞില്ലേ. ഒരു കൊല്ലനൊരു പൂട്ടുണ്ടാക്കാൻ ചെറിയൊരു പ്രയാസമുണ്ടാകും. അതൊന്ന് പരിചയപ്പെടുന്ന പ്രാക്ടീസ് ആകുന്നത് വരെ. അങ്ങനെ 3 or 4 പൂണ്ടുണ്ടാക്കി കഴിഞ്ഞാൽ ആ പ്രയാസം തീർന്നില്ലേ. നിന്ന് ചിന്തിച്ചു നോക്ക്. അള്ള പറയുന്നു ഫല്യൻദുരിൽ ഇൻസാൻ, ഓരോരു മനുഷ്യനും ആലോചിക്കട്ടെ മരണാനന്തര ജീവിതം എങ്ങനെ ഉണ്ടാകുക. കത്തിച്ച് വെണ്ണീറാക്കിയാൽ, മണ്ണോട് മണ്ണ് ചേർന്നാൽ, കബറടക്കാതെ എവിടുന്നോ വണ്ടി തെറിച്ചു വീണ് ഒട്ടാകെ ചീഞ്ഞ് ശവമായി ചീഞ്ഞരിഞ്ഞ് മൃഗങ്ങളൊക്കെ കുത്തിക്കൊണ്ടുപോയി തീർത്താൽ പിന്നെങ്ങനെ മനുഷ്യനുണ്ടാകുക എന്നാലോചിക്കുന്ന സഹോദര സഹോദരി, ഫല്യൻദുരിൽ ഇൻസാൻ, ഓരോരു മനുഷ്യനെ ചിന്തിക്കട്ടെ മിമ്മ ഖുലിഖ, എങ്ങനെ മനുഷ്യനെ സൃഷ്ടിക്കപ്പെട്ടു, നീ എങ്ങനെ ആദ്യമുണ്ടായി. ഖുലിഖ മിമ്മാഇൻ ദാഫിഖിൻ, ഒരു തുള്ളി ഇന്ദ്രിയം യഖ്റുജു മിൻ ബൈനി സുൽബി വത്തറായിബ്, പെണ്ണിന്റെ ഗർഭാശയത്തിന്റെ സൈഡിൽ കൂടി ആണിന്റെ മുതുകിൽ കൂടി വികാരത്തിന്റെ മൂർധന്യ ദിശയിൽ രണ്ടാളിന് പുറത്തേക്ക് വരുന്ന ഒരു തുള്ളി ഇന്ദ്രിയം. അത് ഉമ്മാന്റെ ഗർഭാശയത്തിൽ 40 ഇന്ദ്രിയത്തുള്ളി അങ്ങനെ തന്നെ. എന്നതിന് തലയില്ല, കണ്ണില്ല, മൂക്കില്ല, പല്ലില്ല, ചുണ്ടില്ല, കൈയില്ല, കാലില്ല, തടിയില്ല, മാംസമില്ല, എല്ലില്ല, വെറും ഇന്ദ്രിയത്തുള്ളി. 40 ദിവസം കഴിഞ്ഞതിന്റെ ശേഷം അത് രക്തത്തിന്റെ തുള്ളിയാക്കി കട്ടയാക്കി അള്ളാഹു നിർത്തി ഒരു രക്തക്കട്ട. രണ്ടാമത്തെ മാസം ഗർഭാലസുമ്പോ കുറെ രക്തം ഇങ്ങനെ പോയി ഒരു കട്ടാക്കി പോകും. അത് പോയിക്കുന്നവർ അങ്ങനെ രക്തക്കട്ടയാക്കി നിർത്തി. അപ്പോഴും അതിന് കണ്ണില്ല, അതിന് തലയില്ല, അതിന് മൂക്കില്ല, അതിന് ചുണ്ടില്ല, അതിന് കൈയില്ല, അതിന് കാലില്ല, വെറും രക്തക്കട്ട തന്നെ. അങ്ങനെ 40 നിർത്തിയതിന്റെ ശേഷം ആ രക്തക്കട്ടയെ നമ്മൾ ഒരു മാംസക്കട്ടയാക്കി നിർത്തി. 40 മാംസത്തിന്റെ കട്ട തന്നെ. 4-ാം മാസം അടുക്കുമ്പോൾ ഗർഭാലസിയാല് കുറെ രക്തം പോയി ആസ്പത്രി കൊണ്ട് ഇഞ്ചക്ഷനൊക്കെ ചെയ്ത് കുറച്ച് കഴിയുമ്പോൾ എന്തോ നമുക്ക് പോകും. നോമ്പിലെ കട്ട ഒരു മാംസത്തിന്റെ കട്ട ആ കരുപോയി എന്ന് പറയും. 40 ദിവസം മാംസക്കട്ടയാക്കി നിർത്തി. 4, 3, 12, 120, 4 മാസം 100 ദിവസം പൂർത്തിയാകുമ്പോൾ അലം നജിഅല്ലഹു ഐനൈനി വലിസാനൻ വശഫത്തൈനി വഹദൈനാഹു നജ്ദൈൻ. എന്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ലൗകിക വിദ്യാഭ്യാസം പഠിച്ചു വരുന്ന മക്കളെ, ഖുർആന്റെ അവതരണശൈലി നിങ്ങൾ നോക്കണേ, നിങ്ങളൊന്നിത് ചിന്തിക്കണേ. അലം നജിഅല്ലഹു ഐനൈൻ, ആ മാംസ കഷ്ണത്തെ 2 കണ്ണ് നമ്മൾ നൽകിയില്ലേ. വലിസാനൻ, നാവ് നമ്മൾ നൽകിയില്ലേ. വശഫത്തൈന്, 2 ചുണ്ട് നമ്മൾ നൽകിയില്ലേ. അങ്ങനെ ശരീരത്തിന്റെ എല്ലാ അവയവങ്ങളും പടച്ച് ഗർഭം പുറത്തു വന്നാൽ ചോറുന്നാനും മാംസം കടിക്കാനും പത്തിരി കടിക്കാനും പറ്റാത്തൊരു സ്ഥിതിയല്ലേ ആ ചോരക്കുഞ്ഞിന്റെ സ്ഥിതി. അപ്പോഴെന്ത് ഭക്ഷണം കഴിക്കും? അത് ഉമ്മാന്റെ നെഞ്ഞില് 2 മുലയും നല്ല വിറ്റാമിൻസ് ഉൾക്കൊള്ളുന്ന പാലും മുലപ്പാലും ഞാൻ ആക്കി കൊടുത്തില്ലേ. അള്ള ചോദിക്കുക, ഇന്നഹു അലാ അർജിഹി ലഖാദിർ, ഒരു തുള്ളി ഇന്ദ്രിയം, പിന്നെ അത് രക്തക്കട്ടയാക്കി, പിന്നെ അത് മാംസക്കട്ടയാക്കി, പിന്നെ അതിന് ജീവൻ നൽകി. കണ്ണ് പടച്ചു, നാവ് പടച്ചു, ചുണ്ട് പടച്ചു, മുല പടച്ചു, കൈ പടച്ചു, കാല് പടച്ചു, എല്ലാം പടച്ചൊരു പൂർണ്ണ മനുഷ്യനാക്കി ഗർഭം തികഞ്ഞ് പുറത്തു വന്ന മനുഷ്യനായി ആണും പെണ്ണുമായി ജീവിച്ച സഹോദര സഹോദരി, അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഇന്നഹു അലാ അർജിഹി ലഖാദിർ. ഇങ്ങനൊക്കെ മനുഷ്യനെ പടച്ച പടച്ചോൻ അലാ അർജിഹി ലഖാദിർ, ഈ മനുഷ്യനെ പരലോകത്തുനിന്ന് മടക്കാൻ അള്ളാഹ്ക്ക് കഴിവുണ്ട്. ഒരാശാരിക്ക് ഒരു മേശ ഉണ്ടാക്കാൻ ഒരു വിഷമുണ്ടാ, 3-4 ഉണ്ടാക്കിയാൽ തഞ്ഞ് ഉണ്ടായിരുന്നു. 3-4 ഉണ്ടാക്കാൻ അതിന്റെ വിഷമം തീർന്നല്ലോ. ഒരു പായ്മടിയാൻ നോക്ക ഒരു 3-4 പായ്മടിയോളം ഒരു അർപ്പ് തീരാണ്ടുണ്ടാവും. അതങ്ങ് ശീലായിപ്പോയ തീർന്നില്ലേ. ഇതെല്ലാം ചെയ്തുകൊണ്ട് ഈ മനുഷ്യ സമുദായത്തെ പടച്ച റബ്ബിനെ പറ്റി റബ്ബ് തന്നെ പറഞ്ഞു, ഇന്നഹു അലാ അർജിഹി ലഖാദിർ, ഈ മനുഷ്യനെ പരലോകത്ത് രണ്ടാമതൊന്ന് മടക്കാൻ അള്ളാഹ്ക്ക് കഴിവുണ്ട് കേട്ടോ. സമാനിയത്തുൻ ഹുക്മുൽ ബഖായി ഉമ്മുഹാ മിനൽ ഖൽഖി വൽ ബാഖൂന ഫി ഹയ്യിൽ അദമി.
ഇസ്രാഫീലിന്റെ ഊത്തുകൊണ്ട് 8 വസ്തു നശിക്കൂല, ബാക്കിയെല്ലാം നശിക്കും. ഏതാണ് 8 വസ്തു? ഒന്ന് അർശ്, 7 അർശ് എന്നൊരു മഖ്ലൂഖുണ്ട്. അല്ലാഹുവിന്റെ റസൂല് കണ്ടതാണ്. മിഅ്റാജ് രാത്രി അല്ലാഹുവിന്റെ റസൂൽ അവിടെയൊക്കെ പോയിരുന്നു. കുർസി എന്നൊരു സാധനമുണ്ട്, അതും ആകാശലോകത്തിൽ തന്നെ. അതിനും ഇസ്രാഫീലിന്റെ ഊത്തുകൊണ്ട് നശിപ്പില്ല. സ്വർഗവും നരകവും ഇന്ന് തന്നെ പ്പെട്ടിരിക്കുന്നു. ഇസ്രാഫീൽ ഊത്തുകൊണ്ട് സ്വർഗം നശിക്കുവോ? നശിക്കൂല. നരകം നശിക്കുവോ? നരകവും നശിക്കൂല. ഹിയൽ അർശു വൽ കുർസിയ്യു നാറും വജന്നത്തു. മറ്റെല്ലാ സാധനങ്ങളും നശിച്ചു പോകും. മരണാന്തര ജീവിതം എന്നാൽ എന്താണ്? ഈ ശരീരത്തിന്റെ ഏത് കോലത്തിലായ ശരീരമായി പോയാലും ആ ശരീരം രണ്ടാമതൊന്ന് ജോയിന്റ് ആക്കിയിട്ട് സക്കറാത്തുൽ മൗത്തിൽ എടുത്ത റൂഹില്ലേ, ആ റൂഹിനെ തന്നെ ഇങ്ങോട്ട് മുടക്കും. ഇബ്രാഹിമിലാറായിട്ട്, അയച്ചായിട്ട്, അമ്മതായിട്ട്, സലാമായിട്ട്, അമ്മനുസനായിട്ട് തന്നെ ഇങ്ങോട്ട് വരുന്നു. ഈ മനുഷ്യനെ രണ്ടാമതൊന്ന് പരലോകത്ത് കൊണ്ടുവരാൻ അല്ലാഹു തആലക്ക് കഴിവുണ്ട്. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, മുഅ്മിനാത്തുകളെ, ഞാൻ സംസാരം ദീർഘിപ്പിക്കുന്നില്ല. ആഖിറ കൊണ്ട് വിശ്വസിക്കണം, ഉഖറവിയ ജീവിതം കൊണ്ട് വിശ്വസിക്കണം. ഇഹലോക ജീവിതത്തിന് ഒരു കറക്റ്റ് ടൈം നമുക്ക് പറയാൻ പറ്റൂല. ഏത് സമയവും മനുഷ്യന് മരിക്കാം, മനുഷ്യന്റെ മൗത്തുമായി ബന്ധപ്പെടാം. ഒരു നീളമായ ജീവിതം മനുഷ്യനുള്ളത് പരലോകത്തെ ജീവിതമാണ്. അതാണ് നമുക്ക് സുന്ദരമായി കിട്ടേണ്ടത്. അത് സുന്ദരമായി കിട്ടാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ പല സ്ഥലത്തും ഒരുപാട് സംഗതികൾ വിവരിക്കും. നിങ്ങൾ അല്ലാഹു തആലാന്റെ തൗഹീദ് സമ്മതിക്കണം. ലാ തുശ്രിക് ബില്ലാഹ്, അല്ലാഹു തആലാനെ കൊണ്ട് നിങ്ങൾ ശിർക്ക് വെച്ച് കാഫിറാകരുത്. വബിൽ വാലിദൈനി ഇഹ്സാനാ, മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യണം. വാതിദൽ ഖുർബാ ഹഖഹു, കുടുംബബന്ധുത്വമുടെ കക്ഷികൾക്ക് ചെയ്യേണ്ട ഹക്ക് ചെയ്യണം. ഇങ്ങനെ ഒരുപാട് വിഷയങ്ങൾ പരിശുദ്ധ ഖുർആനിലുണ്ട്. ഈ 4 ദിവസത്തെ വാത് കൊണ്ട് അതൊന്നും വിവരിക്കാൻ കഴിയില്ല. മൊത്തം നമ്മളെ ഈ വാത് കൊണ്ട് ആദ്യം സംസാരിക്കുന്ന എനിക്ക്, പിന്നെ നിങ്ങൾക്ക് ഒരു ചെറിയൊരു പരിവർത്തനം. സംഗതി അങ്ങനെയൊക്കെ ആണെങ്കിലും ഇന്ന് നന്നായി നടക്കണം. നമുക്കൊരു മരിച്ചതിന്റെ ജീവിതം, ആ ജീവിതത്തിൽ ആ ഗുണം കിട്ടേണ്ട, അതിന് നിൽക്കാനൊന്നോ ഖുർആനൊത്തോ ഒരു ഇസ്ലാമികമായി നടക്കുമ്പോൾ ജീവിക്കണം എന്നൊരു ബോധം എന്റെ മുത്തുമക്കളെ, ആണുങ്ങളെ, പെണ്ണുങ്ങളെ, എന്റെ പ്രിയം നിറഞ്ഞ യുവാക്കളെ, യുവതികളെ, ഈ വാത് കൊണ്ട് നമുക്കുണ്ടാകണേ. ഈ വാതിന്റെ വലിയ നേട്ടമാണ്. ഒരു മനുഷ്യൻ മരിച്ചാൽ, ഇതാ മാത്ത, ഒരു മനുഷ്യൻ മരിച്ചാൽ ഇംഗത്തഅമലുഹു ഇല്ലാ മിൻ സലാസ്, 3 വഴിയിൽ കൂടിയല്ലാതെ അവന് പ്രതിഫലം കിട്ടിക്കൊണ്ടിരിക്കുന്ന സർവ്വ അമലിന്റെ വാതിലുകളും അടഞ്ഞു. സാധാരണ ഖുർആൻ ഒരു മനുഷ്യൻ മരിച്ചു, അവനിക്ക് ഖുർആൻ ഓതാനാവൂല. സാധാരണ പള്ളിക്ക് സ്വബൈക്ക് പോകുന്ന ഒരു മനുഷ്യൻ പള്ളിയിൽ പോന്നെ മരിച്ചവന് സ്വബൈക്ക് അവനക്ക് പോകാനാവൂല. കൊല്ലത്തിൽ ഹജ്ജിന് വന്ന മനുഷ്യൻ മരിച്ചവനക്ക് ഹജ്ജിന് പോകാനാവൂല. ഇതാ മാതബിനു ആദം മിങ്കത്തെ അമലു, ഒരു മനുഷ്യന്റെ മരണത്തോടെ സർവ്വ അമലുകളും തീരും. ഇല്ലാ മിൻ സലാത്ത്, 3 സംഗതി ഒരുത്തന്റെ മരണം കൊണ്ട് തീരൂല. 4ൽ ഒന്നെന്താണ്? സദഖത്തുൻ ജാരിയ, ജാരിയത്താ സദഖ. ഇന്റെ ഒരു 100 റുപ്യ ഈ പള്ളി എടുപ്പിക്കുന്ന വിഷയത്തിലുണ്ടെങ്കിൽ ഈ പള്ളി നിൽക്കുന്ന കാലത്തോളം ആരൊക്കെ ഇബാദത്ത് ചെയ്യുന്നു, ആ ഇബാദത്തിന്റെ സവാബിന്റെ ഒരു പങ്ക് ഈ 100 റുപ്യ കൊടുത്തനുണ്ടാവും. ആണാവട്ടവുണ്ടാവും. മരിച്ച് കബറിൽ കൊണ്ടുപോയി കിടത്തിയിട്ട് ഇപ്പം 10, 25, 50 കൊല്ലായി ആയൂട്ടെ കിയാമെന്നാള്. ഈ പള്ളി നാരൊക്കെ ഇബാദത്ത് എടുക്കുന്ന ഇബാദത്ത് ഒരു കൂലി അവനുണ്ടായിക്കോൾ. ഉറപ്പാണ്. സദഖത്തുൻ ജാരിയത്താണ്. നമുക്കെല്ലാവർക്കും അല്ലാഹുവിന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ. ദീർഘായുസ്സും ആഫിയത്തും അല്ലാഹു തആല നമുക്ക്. ഷറഫി വീഡിയോസിലൂടെ ഷറഫി പബ്ലിക്കേഷൻസിന്റെ പ്രസിദ്ധീകരണങ്ങൾ പരിചയപ്പെടാം. مولاي صل وسلم دائما